സോ ഹായ് ഓൾ. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 തുടങ്ങി 11ഓളം സെഷൻസ് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പൊതുവെയുള്ള സെഷൻസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് വേറെ ഒരു തരത്തിലുള്ള ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു സെഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മളുടെ ഫാമിലി മീറ്റ് സെഷൻ. സോ ഇന്നത്തെ ഈ ഒരു ഫാമിലി മീറ്റിലേക്ക് നമ്മുടെ ലേണേഴ്സ് എന്ന് പറയുമ്പം ഇന്ത്യയിലെമ്പാടും ആയിട്ടുള്ള ലേണേഴ്സ് ഉണ്ട്, മറ്റ് ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നവരുണ്ട്. സോ നമ്മുടെ ലേൺ വൈസിലെ എല്ലാ ലേണേഴ്സിനെയും അതുപോലെ തന്നെ ആ ലേണേഴ്സിനോടൊപ്പം തന്നെ ഈ ഒരു ഫംഗ്ഷനിൽ അല്ലെ ഈ ഒരു മീറ്റിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ റിലേറ്റീവ്സിനെയും വളരെ സ്നേഹത്തോടു കൂടി എന്റെ ഭാഗത്തുനിന്നും ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഈ ഒരു മീറ്റിലേക്ക് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു സെഷന്റെ ആവശ്യകതയെ പറ്റി അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സെഷൻ എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫ് ഓവർവ്യൂ തരാമെന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് ഈ ലേൺ വൈസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അത് പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ചില ടാസ്കുകൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം കിട്ടുന്നത്. അല്ലെങ്കിൽ അവരുടെ പല കൺവീനിയൻസും മാറ്റി വെക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമുക്ക് നമ്മുടെ സ്റ്റഡീസുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഏതൊരു ചെറിയ എഫേർട്ടിനെയും നമ്മൾ മാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓണർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫാമിലിയുടെ ഒരു റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്ക് തന്നെ വിവിധ ആൾക്കാരിൽ നിന്ന്, വിവിധ ലേണേഴ്സിൽ നിന്നും അവരുടെ റിലേറ്റീവ്സിൽ നിന്നും ഒക്കെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇനി വരുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു മീറ്റിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇവന്റിന്റെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ വളരെ താല്പര്യത്തോടു കൂടി റെസ്പോണ്ട് ചെയ്ത ഒരു ഗസ്റ്റ് നമ്മളുടെ കൂടെയുണ്ട്. സോ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ വളരെ പ്രൗഡായിട്ടുള്ള ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. 20 ഇയേഴ്സിലേറെ എയർഫോഴ്സിൽ വിവിധ പോസ്റ്റുകളിലായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫിന്റെ കമന്റേഷൻ ലഭിച്ചിട്ടുള്ള ഒരു ഓഫീസറാണ്. ഇതിലൊക്കെ ഉപരി ഒരു ലൈഫ് ലോങ് ലേണർ ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന, ആ രീതിയിൽ തന്നെ കാര്യങ്ങളെ നോക്കി കാണുന്ന വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. സോ ഇറ്റ് ഈസ് എ പ്രിവിലേജ് ടു വെൽക്കം റിട്ടയർഡ് വിംഗ് കമാൻഡർ നളിനി രഞ്ജൻ Kanti sir to this meet to address our learners. So സാറിന്റെ പ്രസൻസ് പറയുന്നത് തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ us. സോ ഈ ഒരു ഇവന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഇവന്റിന്റെ കീനോട്ട് അഡ്രസ് ചെയ്യുന്നതിനായിട്ടും ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ ഐ വെൽക്കം രഞ്ജൻ സർ ടു അഡ്രസ് ദി ലേണേഴ്സ് ആസ് വെൽ ആസ് ദ ടീം. ഓവർ ടു യു രഞ്ജൻ സർ. ഒരു ആക്സിഡന്റൽ മീറ്റിംഗ് ആയിരുന്നു എന്റെയും അഭയുടെയും about I think 7 or 10 days back. They were looking for a guest to deliver this keynote address. I happened to know of it. Somebody sought my help whether I could find somebody for them. Appo ende problem ennu vechal I am not an acclaimed speaker. Well, but when I heard of the work that LearnWise was doing, I had a chat with him and I asked him many questions. അതിന്റെ ആൻസേഴ്സ് എനിക്ക് കിട്ടി. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവ എൻ്റെ അടുത്ത് ചോദിച്ചു, സർ, ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ഫോർ എ ഗസ്റ്റ് ഫോർ us, why don't you be the guest? I considered it a privilege and an honor ഈ ഇങ്ങനെ ഒരു ഒക്കേഷനിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് ഇവർ ഇൻവൈറ്റ് ചെയ്തത്. സോ I said okay. So that is how I got involved in this thing. Anyway, before I get on to with the formal address, LearnWise's entire staff, all the learners, and most importantly, family members. This is a family meet. So most importantly, family members, my greetings. And I must tell you, I'm extremely happy to be associated with a program like this. എനിക്കൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ almost 50 years
I have been out of Kerala. ഞാൻ കേരളത്തിൽ എനിക്ക് റൂട്ട്സ് ഉണ്ട്, ഞാൻ കേരളത്തിൽ വരാറുണ്ട്. പക്ഷെ ഒരു പബ്ലിക് ഫോറമിൽ I don't know whether I have the ability or the qualification to speak in Malayalam. അപ്പം ഞാൻ അവയായിട്ട് സംസാരിച്ച് told him I will have to speak in English with a splattering of Malayalam. I hope what I say നിങ്ങൾക്ക് എല്ലാവർക്കും understandable ആണ്. I shall try my best to say most of what I have to say in Malayalam. That said, ഞാൻ 1974 എയർഫോഴ്സിൽ ചേർന്നത്. 25 കൊല്ലം ഞാൻ എയർഫോഴ്സിൽ പല പൊസിഷൻസിലും സെർവ് ചെയ്തു. In 1999, I sought premature retirement from the Air Force, which was granted to me. എന്നിട്ട് ഞാൻ ഒരു കോർപ്പറേറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഞാൻ പൈലറ്റ് അല്ല. I am from the administrative side of the Air Force. My speciality is finance. Indian Air Force മാത്രമേ ഉള്ളൂ in the 3 armed services where they have people in uniform, trained combatants handling all functions. അപ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി ഇസ് ഫൈനാൻസ്. ഞങ്ങളുടെ ഇതിൽ അക്കൗണ്ട്സ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഐ ഹാഡ് എ വെരി വെരി ഫ്രൂട്ട്ഫുൾ കരിയർ. ആ 25 കൊല്ലത്തില് വേരിയഡ് പ്രൊഫൈൽസ്, എക്സ്ട്രാordinary എക്സ്പീരിയൻസസ്, വളരെയധികം എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുമായിട്ട് ഡീൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോസ്റ്റ് റിവാർഡിങ് പീരിയഡ് ഓഫ് മൈ career was the 4 years that I spent ബെൽഗാം എന്ന് പറയുന്ന കർണാടകയിൽ ബെൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എയർഫോഴ്സിന് ഒരു അബിനിഷ് എന്ന് പറഞ്ഞാൽ പുതിയ ആയിട്ട് റിക്രൂട്ട് ചെയ്ത് എയർമെൻ ട്രെയിനീസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് അതിന്റെ പേര്, ഇപ്പൊ പേരെല്ലാം മാറി. അവിടെ എന്നെ പോസ്റ്റ് ചെയ്തു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റിൽ പോയത്. I thought I was not made for training. പക്ഷെ അവിടെ പോയി ഞാൻ അവിടെ സെറ്റിൽ ചെയ്തു. അൾട്ടിമേറ്റ്ലി ഞാൻ അവിടെ പല ട്രെയിനിങ് ഈ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. 200 അന്ന് 1500 ട്രെയിനീസ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഈ 1500 ട്രെയിനീസിൽ 4 ട്രെയിനിങ് സ്ക്വാഡ്രൻസ് ഉണ്ട്. ആ 4 ട്രെയിനിങ് സ്ക്വാഡ്രനിൽ ഒരു സ്ക്വാഡ്രനിൽ ഞാൻ സ്ക്വാഡ്രൻ കമാൻഡറായിട്ട് കയറി. അപ്പൊ എനിക്കൊരു 300-400 ട്രെയിനീസ് ഉണ്ട്. എല്ലാം കൊച്ചു പിള്ളേരാണ്. ഹൈസ്കൂൾ പാസ്സായിട്ട് അവര് എയർഫോഴ്സിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വഴി എയർഫോഴ്സിൽ വരും. പട്ടാളം എന്താണെന്ന് അറിഞ്ഞുകൂടാ, യൂണിഫോം എന്താണെന്ന് അറിഞ്ഞുകൂടാ. സ്കൂളിൽ നിന്ന് വിട്ട പിള്ളേരാണ്. അമ്മയുടെ അച്ഛൻ്റെയും ഫാമിലിയുടെ എല്ലാം ലവ് ആൻഡ് അഫെക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ആദ്യം ഒന്ന് മുട്ടയടിക്കും. എന്നിട്ട് എല്ലാവരെയും ഒരു നിക്കറും ബനിയനും ഇട്ട് ആദ്യത്തെ ദിവസം തൊട്ട് പരേഡും ഒരു സിസ്റ്റം ഇസ് ബോട്ട് ഇൻ ടു ദെയർ ലൈഫ്സ്. അപ്പം അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അവിടെ പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ദ മോസ്റ്റ് ഫ്രൂട്ട്ഫുൾ 4 years ഓഫ് മൈ സർവീസ് വാസ് ദെയർ. ഈ പിള്ളേരെ ട്രെയിൻ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അഡ്വൈസ് ചെയ്യുക, അവരെ മെന്റർ ചെയ്യുക. മെനി ഓഫ് ദം, ദീസ് ബോയ്സ് have done extremely well. അവർ എയർമാൻ ആയിട്ട് ജോയിൻ ചെയ്ത് surprisingly some of them have reached very Air Force വിട്ടു. They have reached very high positions in the civil stream. എയർഫോഴ്സിൽ തന്നെ എന്നെ പോലെ ഞാൻ വിംഗ് കമാൻഡർ ആവുന്നതിന് തൊട്ട് മുമ്പേ വന്ന ഒരു ട്രെയിനി ഇന്ന് വിംഗ് കമാൻഡർ ആയിട്ട് എയർഫോഴ്സിൽ ഇരിപ്പുണ്ട്. This is all due to motivation and their own drive that they have. That said, എൻ്റെ ഇൻട്രൊഡക്ഷൻ അതാണ്. ഞാൻ ഈ എയർഫോഴ്സ് വിട്ടിട്ട് ഞാൻ ഒരു കോർപ്പറേറ്റ് ലൈഫ് തുടങ്ങി. 22 വയസ്സിലാണ് ഞാൻ എയർഫോഴ്സിൽ ചേർന്നത്. 46 വയസ്സായപ്പോൾ ഞാൻ എയർഫോഴ്സ് 46 വയസ്സായി, ഓൾമോസ്റ്റ് 47 ഞാൻ എയർഫോഴ്സ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 12 കൊല്ലം ഞാൻ സിവിൽ സൈഡില് കോർപ്പറേറ്റ്
ജോലികൾക്ക് കയറി. അതും വേരിയഡ് ജോലികൾ. ഐ സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ കമ്പനി. അത് കഴിഞ്ഞ് ഞാൻ ഒരു 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 ഇന്റർനാഷണലി വെൽ നോൺ ഒരു സർവീസ് പ്രൊവൈഡിംഗ് കമ്പനി വിച്ച് ഹാൻഡിൽസ് വിസാസ് അക്രോസ് ദ വേൾഡ് അവരുടെ ജോയിൻ ചെയ്തു. I retired from there as head of operations for the Middle East and North Africa region. I was based in Dubai. What I would like to tell you is the happiest thing for me in the meet is not the fact that I'm addressing you as students. The introduction itself was that ഇതൊരു ഫാമിലി മീറ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ ആം ഫോഴ്സസിൽ നോക്കുകയാണെങ്കിൽ ഫാമിലി is a very, very important part of our life. പട്ടാളത്തിൽ ചേർന്നു, കോൺസ്റ്റന്റ് മൂവ്മെന്റ്സ്, പല സ്ഥലത്തും ഫാമിലീസ് ഇല്ലാതെ പോണ്ടി വരും. ഒരു അമ്മയോ ഒരു അച്ഛനോ കുട്ടികളോ സ്വന്തമായിട്ടാണ് ജീവിച്ച് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ഞങ്ങൾ ഫാമിലി എന്ന് പറയുന്നത് ഇസ് എൻ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമല്ല, ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ ഈ ഉള്ള സകല പേരും കൂടി ചേർന്ന് ഒരു വലിയൊരു ഫാമിലിയാണ്. കമാൻഡിംഗ് ഓഫീസർ ഹെഡ്സ് ദി ഫാമിലി. അപ്പം ഭർത്താവ് ഉണ്ടോ, ഭർത്താക്കന്മാരവിടെ ഉണ്ടോ, അതൊന്നും ആരും ചോദിക്കാറില്ല. ഇല്ലെങ്കിൽ ദി എൻറ്റയർ യൂണിറ്റ്, ദി എൻറ്റയർ ഒരു ദാറ്റ് സ്ട്രക്ചർ ലുക്സ് ആഫ്റ്റർ യു. അവിടെയാണ് നമ്മൾ ഈ സപ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഏതെങ്കിലും ഫോർവേഡ് പോസ്റ്റിലായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ലൈഫ് ഇസ് വെരി ഡിഫിക്കൽട്ട് ദർ, ആഹാരമില്ല. പക്ഷെ നമ്മുടെ ഫാമിലി ഹിയർ ഇസ് എക്സ്ട്രീംലി വെൽ ലുക്ഡ് ആഫ്റ്റർ. അവർക്ക് ഈ ഫാമിലി കിട്ടുന്ന സപ്പോർട്ട് ഇസ് വാട്ട് പുഷസ് ദം. ആരും കംപ്ലൈന്റ് ചെയ്യൂല. നമ്മളെ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും പറയും, ഓക്കെ നാളെ പ്ലീസ് ഗോ ഫ്രം ഐ മേ ബി ഇൻ സൗത്ത് ഇന്ത്യ, നാളെ പറയും പ്ലീസ് ഗോ ടു കാശ്മീർ. കാശ്മീരിൽ പോകുമ്പോഴത്തേക്കും ഫാമിലിയെ സൗത്ത് ഇന്ത്യയിൽ വിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ആവുമ്പം നമുക്ക് ഒരു ഭയമോ ഒരു ആങ്സൈറ്റിയോ ഇല്ല. ഫാമിലിയോട് വിട്ടു പോയി ആരും നോക്കും. That is the value of the family that one should appreciate. Now coming to each one of you, as I understand it, നിങ്ങൾ പല ഇന്നത്തെ ഈ ഫോറം തന്നെ there are people who possibly are still in their teens. I'm told that there are people who are also around 60 or more than 60. But the single motivator for you is to study. You're taking it on as a challenge. ഈ പ്രായത്തിലോ അല്ലെങ്കിൽ ചെറുപ്പപ്രായത്തില് why is it that you have had the urge to study? പല കാരണങ്ങളും കാണും. നിങ്ങളുടെ ഫാമിലി സർക്കംസ്റ്റാൻസസ് may have kept you out from going to a formal education system. ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു കോളേജിലോ ഫോർമലായിട്ട് പോയി പഠിക്കാൻ പറ്റാത്തവരാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പഠിക്കുന്നത്. പക്ഷേ the very fact that an organization like LearnWise has provided you a platform where they are able to give you the required impetus, the required push, the required guidance to ensure that you enjoy what you are doing and you ultimately succeed is something unbelievable. നമ്മൾ ഇഗ്നു കേട്ടിട്ടുണ്ട്. ഇഗ്നുവിൽ നിങ്ങൾ ചേർന്നു, ഇഗ്നുവിൽ സ്റ്റഡി മെറ്റീരിയൽ വന്നു, നിങ്ങൾ ഫീസ് കൊടുത്തു, സ്റ്റഡി മെറ്റീരിയൽ വന്നു, 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഡിഗ്രി കിട്ടി. ആരാണ് പഠിപ്പിക്കുന്നത്, എവിടെയാണ് പഠിപ്പിക്കുന്നത്, വെദർ യു ആർ എൻജോയിങ് യുവർ സ്റ്റഡീസ്, വെദർ യു ഹാവ് എ പ്രോബ്ലം, അതൊന്നും ചോദിക്കാൻ ആരുമില്ല. വേറെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ യു ജോയിൻ ദം, യു ഹാവ് മെന്റോഴ്സ്, അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കിലോ കണക്കിന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ദാറ്റ് കം ടു യു either online or in physical form, അതെല്ലാം കണ്ടൻസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകത്തക്കോണം ഉള്ള സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. പീപ്പിൾ ആർ ഗൈഡിങ് യു. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കിട്ടുന്ന it is a boon that such an organization has appeared on the scene and that they are doing this sort of work.
ലൈഫ് ഇസ് എ ചാലഞ്ച്. നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ഒരു ലൈഫ് നെവർ ഫ്ലോ സ്മൂത്ത്. എനിക്ക് 72 വയസ്സായി എന്ന്. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല. ലെറ്റ് മീ ടെൽ യു ദാറ്റ്. ഇന്ന് നല്ല ദിവസമാണെങ്കിൽ നാളെ ഇറ്റ് മേ നോട്ട് ബി എ ഗുഡ് ഡേ. ഡേ ആഫ്റ്റർ ടുമോറോ മേ ബി ദ വേഴ്സ്റ്റ് ഡേ. പക്ഷെ നമ്മൾ ഈ ഇഫ് യു ഫോളോ ദ ഗ്രാഫ്, എന്നിട്ട് ആ വേഴ്സ്റ്റ് ഡേ എത്തുമ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് നമുക്ക് പൊങ്ങണം എന്നൊരു ഒരു 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 ആഗ്രഹമില്ലെങ്കിൽ യുവർ ലൈഫ് വിൽ കണ്ടിന്യൂ ടു ബി വൺ ഓഫ് സോറോ ആൻഡ് ഡിജക്ഷൻ വേർ യു വിൽ ഹാവ് ടു ബി കോൺസ്റ്റന്റ്ലി പുഷ്ഡ്. ഈ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഫൈറ്റ് ചെയ്യുന്നത് ഇസ് വാട്ട് യു ആൻഡ് മീ ആർ മെന്റ് ടു ഡു. അത് നമ്മൾക്ക് if it goes into our system, then you have succeeded in fighting this big bad world. ഒരു ജോലിക്ക് മാത്രമായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കെല്ലാം നമ്മുടെ ഒരു ലെവൽ ഓഫ് കോമ്പറ്റൻസ് ഉണ്ട്. ഇഫ് എവറിബഡി വാണ്ട്സ് ടു ബി ഡോക്ടർ അബ്ദുൽ കലാം, അത് പറ്റാത്ത കാര്യമാണ്. എവറിബഡി വാണ്ട്സ് ടു ബി എ ഡോക്ടർ, അത് പറ്റാത്ത കാര്യമാണ്. എവറിബഡി വാണ്ട്സ് ടു ബി എൻ എഞ്ചിനീയർ, അത് പറ്റാത്ത കാര്യമാണ്. ഞാൻ വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു ഡിസയർ ഉണ്ടായിരുന്നു ലൈഫിൽ, എപ്പോഴെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം. പക്ഷെ കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെ, ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്, മാർവാനസ് കോളേജ് ട്രിവാൻഡ്രത്താണ് ഞാൻ ബികോം ചെയ്തത്. ഒരു ഫസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. പക്ഷേ the fact is that I did not have the competence to get there. ഒരുപാട് ട്രൈ ചെയ്തു, വളരെ കോൺഷ്യസ് ആയിട്ട് പഠിക്കുമായിരുന്നു. ഓക്കെ, പക്ഷെ ചെയ്തില്ല. റിഗ്രറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇപ്പം ഈ 72 കൊല്ലം കഴിഞ്ഞിട്ട് when I look back in life, അന്ന് ഫസ്റ്റ് കിട്ടാത്തതിന് I have done fairly well in life. ഫസ്റ്റ് കിട്ടാത്തതിന്റെ ഒരു സങ്കടവും ഇല്ല എനിക്ക്. അതിനെക്കാട്ടിലും വളരെ എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ട് പല അച്ചീവ്മെന്റ്സും കിട്ടിയിട്ടുണ്ട്. പ്രൊഫഷണലി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ when I was introduced to you by അഭയ പറഞ്ഞു, എനിക്ക് ഞാൻ വിചാരിച്ചു പോലും ഇല്ല ചീഫ് ഓഫ് എയർ സ്റ്റാഫ് കമൻഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് റെക്കഗ്നിഷൻ. ഇറ്റ്സ് നോട്ട് എ പ്രസിഡൻഷ്യൽ അവാർഡ്. പക്ഷേ എയർഫോഴ്സ് ചീഫ് നമ്മൾ ചെയ്ത്, അതും ഒരു ട്രെയിനിങ് സെന്ററിൽ ഫോർ വിച്ച് ഐ ഹാഡ് നെവർ ബീൻ പ്രിപ്പയർഡ് ഓർ ട്രെയിൻ. ഒരു ട്രെയിനിങ് സെന്ററിൽ ഞാൻ ചെയ്ത ജോലിക്ക് എനിക്കൊരു കമൻഡേഷൻ കിട്ടി. ഇറ്റ് കെയിം ആസ് എ സർപ്രൈസ് ടു മീ. ഞാൻ വിംഗ് കമാൻഡർ റിട്ടയർ ചെയ്തു. ഫൈനലി ഐ ലാൻഡഡ് അപ്പ് ആസ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഫോർ എൻ എൻറ്റയർ റീജൻ ഇൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക. അവിടെയും എനിക്ക് MBA ഇല്ലായിരുന്നു. എൻ്റെ ആ ഗ്രാജുവേറ്റ് ഡിഗ്രിയും എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ അത് അറ്റൈൻ ചെയ്തത്. 62 വയസ്സ് കഴിഞ്ഞിട്ട് ഐ ഡിസൈഡഡ് ഇനി ഞാൻ ഒരുപാട് പണിയെടുത്തു. ഈ ജോലി ചെയ്ത 30 കൊല്ലവും വളരെ എഫേർട്ട് ഇട്ട് ഒരുപാട് പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ സെഡ് ഇനി ഈ നമ്മള് പണിയും ഈ നമ്മുടെ എന്താ പറയുന്നത്, enjoyment and wanting to do everything that you wanted to do in life, random doesn't really go well. There has to be some stage in life when we cut off work from what we want to do. അങ്ങനെ 62 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ പിള്ളേരെല്ലാം ഏകദേശം എല്ലാം സെറ്റിലായെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം എല്ലാം സെറ്റിലായി. പക്ഷെ ഞങ്ങൾക്ക് we can do without a lot of things in life. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതെ ജീവിതം നടത്താൻ അറിയാം. യു ആർ ലക്കി. കുറച്ച് ലക്കും വേണം ഇതിലെല്ലാത്തിലും. 62 വയസ്സ് കഴിഞ്ഞിട്ട് we decided ഇനി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്യണം. ഞാൻ 58ാമത്തെ വയസ്സിലാണ് നീന്താൻ പഠിച്ചത്. എൻ്റെ അച്ഛൻ ആലപ്പുഴക്കാരനാണ്. ഞങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ വീട്ടിലൊരു കുളം ഉണ്ടായിരുന്നു. ഒന്നല്ല 2 കുളം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മായിമാരും അമ്മാവനും അമ്മൂമ്മ സഹിതം മുണ്ടും സാരി ഉടുത്ത് ആ കുളത്തിൽ നീന്തുമായിരുന്നു. ഞാൻ കുളത്തിൽ നോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു മലയാളിയായിട്ട് നീന്താൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു. ആരോ ചോദിച്ചാൽ മലയാളിയാണ്, നീന്താൻ അറിഞ്ഞുകൂടെ? അപ്പം നീന്താൻ അറിഞ്ഞുകൂടാ, എന്താ പഠിച്ചില്ല. അത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണോ എന്തോ ആണെന്ന് പറഞ്ഞു. അച്ഛനും സ്വിം ചെയ്യുമായിരുന്നു. പക്ഷെ ഐ നെവർ ലേൺ സ്വിമ്മിങ്. 58ാമത്തെ വയസ്സിൽ 3, 4, 5 വയസ്സുള്ള പിള്ളേര്
കൂടിയാണ് ഞാൻ സ്വിമ്മിങ് പഠിച്ചത്. ഈ കൊച്ചു പിള്ളേർ ചെയ്യുന്ന പോലെ കയ്യിൽ ഫ്ലോട്ട് കെട്ടി നെഞ്ചിൽ ഒരു 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 പാഡ് വെച്ച് കാലടിച്ച് അന്ന് വളരെ ഇതായിട്ട് തോന്നി, ഒരു 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 മോശമായിട്ട് തോന്നി, ക്ഷീണമായിരുന്നു നമ്മൾ ഈ കൊച്ചു പിള്ളേരുടെ കൂടി. എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യണമല്ലോ. ഐ ഗാദേർഡ് ദി കറേജ്. ഞാൻ ദുബായിൽ ആയിരുന്നു. ദുബായിൽ ഈ കൊച്ചു പിള്ളേരുടെ കൂടി സ്വിമ്മിംഗ് ലെസൺസ് ജോയിൻ ചെയ്ത് ഞാൻ സ്വിമ്മിംഗ് പഠിച്ചു. ഞാൻ വലിയ സ്വിമ്മർ അല്ല, പക്ഷേ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ, കുട്ടികൾ എല്ലാവരും സ്വിം ചെയ്യും, ഞാൻ ഈ പുറത്തുനിന്ന് കടപ്പുറത്തിന് നോയിക്കൊണ്ടിരിക്കും, കടലിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിന്റെ പുറത്ത്. അപ്പം ഒരു ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു, നീന്താൻ പഠിച്ചു. 65-ാമത്തെ വയസ്സിൽ ഞാനും എൻ്റെ ഭാര്യയും 65 വയസ്സ് തൊട്ട് 68 വയസ്സ് വരെ, ആ കോവിഡ് ടൈമിൽ, കോവിഡിന് മുമ്പേയും കോവിഡിന്റെ ടൈമിലും ഞങ്ങൾ രണ്ടുപേരും തനിയെ 10,000 കിലോമീറ്റേഴ്സിന്റെ 2 റോഡ് ട്രിപ്സ് ചെയ്തു അക്രോസ് ഇന്ത്യ. അയ്യോ, ആരും നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ തുടങ്ങി പല സ്റ്റേറ്റ്സും കവർ ചെയ്തു, പല റോഡ്സും കവർ ചെയ്തു, പല കാണാനുള്ള സാധനങ്ങളും കവർ ചെയ്തു. 2 പ്രാവശ്യം ചെയ്തു. ഐ തിങ്ക് ഫസ്റ്റ് ടൈം വാസ് ഇൻ 2016, അടുത്ത 2022 കോവിഡിന്റെ ഫൈനൽ ഫേസ്. കോവിഡില് റോഡിൽ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും കാറിൽ കോവിഡ് സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നു. റീസൺ ബീങ്, nobody does these sort of things. ഒരു 50-55 വയസ്സ് കഴിഞ്ഞാൽ nobody wants to do these sort of things. നമ്മൾ ഒരു റിട്ടയർമെന്റ് ഫേസിലാണ്. ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നതിന്റെ കാര്യം, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. And there is no age is only a number. Age is only a number. You have to be physically fit. ജീവിതത്തിൽ what you have to be concerned about is to be physically fit. പിന്നെ ഈ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആളുകളും നെയ്ബേഴ്സും അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് വിചാരിക്കുന്നത്, അവരെവിടെ എത്തി, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യുവർ ലൈഫ് ഇസ് ഗോയിങ് ടു ബി ഹെൽത്ത്. നമുക്ക് ഒരു ഹാപ്പിനെസ് വരില്ല. ബാക്കി ലോകം സൈഡിലിരുന്ന് ഈ മാച്ച് കാണുന്ന പോലെയാണ്. ഗോൾ അടിച്ചില്ല, ഗോൾ അടിക്കാത്തതിന്റെ കാര്യമുണ്ട്. when there are 1 lakh people watching a football match, 11 പേര് 22 പേരാണ് ഒരു ഫുട്ബോൾ ഇട്ട് കളിക്കുന്നത്. അതിൽ ഒരാൾ ഗോൾ അടിച്ചില്ലെങ്കിൽ there must be a million reason. അവനെ അറിയാവുള്ളൂ, പ്രഷർ that is on him. അപ്പൊ ആ പ്രഷർ ഇവരെങ്ങനെയാ സക്സീഡ് ചെയ്യുന്നത്? ആ പ്രഷർ അങ്ങനെ കട്ടിട്ട് ഓഫ്. അത് കാണൂല, അത് കേൾക്കൂല. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ലേൺ ടു ഡു. ലോകം എന്ത് വേണമെങ്കിലും പറയട്ടെ, നിങ്ങൾക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെയാണ്. ദാറ്റ് ഈസ് വാട്ട് യു റിക്വയർ. ഒരു ഭർത്താവിൻ്റെയോ ഒരു അമ്മയുടെ അച്ഛൻ്റെയോ ബ്രദേഴ്സിൻ്റെ സിസ്റ്ററിൻ്റെ സപ്പോർട്ട് വേണം. യു റിക്വയർ ദെയർ എൻകറേജ്മെന്റ്. The rest of the world, when it comes to these sort of things, do not matter. അതുപോലെയാണ് നിങ്ങളുടെ പഠിത്തത്തിൽ. ഈ പറയുന്നത് പല കാരണങ്ങളും കാണും നിങ്ങൾ പഠിത്തം കണ്ടിന്യൂ ചെയ്യാത്തത്. Whenever it was required to be done. Now that you have mustered the courage and the desire to pursue your education, do it, but do it happily. അതിപ്പം ഈ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ ഒരു കമ്പനിയിൽ MD ആവുമോ എന്ന് വിചാരിച്ച് ചെയ്താൽ it doesn't work. Do it happily. സന്തോഷം നമ്മൾ ചെയ്യുന്നതിന്. ഓക്കെ. പിന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാം ഈ ക്ലാസ് റൂംസിൽ പഠിച്ച സ്കൂൾ, നിങ്ങളെല്ലാം സ്കൂളിൽ പോയി കാണും. സ്കൂളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പുറകെയും മുന്നിൽ ഇരിക്കുന്നവരെല്ലാം ദേ ആർ ഓൾ പീപ്പിൾ ഹൂ ആർ ഈ കോമ്പറ്റീഷന് വേണ്ടി ഇരിക്കുന്നവരാണ്. നിനക്ക് എത്ര മാർക്ക് കിട്ടി? എനിക്ക് 15. അയ്യോ, എനിക്ക് 30 മാർക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ്ലി യു ഗോ ഇൻ ടു എ ഷെൽ. എനിക്ക് എന്താണ് കുറവുള്ളത്? വൈ ഇസ് ഇറ്റ് ദാറ്റ് ഐ ആം നോട്ട് ഏബിൾ ടു ഗെറ്റ് 30? നിങ്ങൾക്ക് ആ അഡ്വാൻറ്റേജ് ഉണ്ട്. സ്കൂൾ കഴിഞ്ഞു, ഇനി ഇപ്പം ചെയ്യുന്നത് ഒരു ക്ലാസ് റൂം ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല. ഇറ്റ്സ് എൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. യു ആർ ഗെറ്റിംഗ് ദ സെയിം ഡിഗ്രി, യു ആർ ഡൂയിങ് ദ സെയിം സ്റ്റഡീസ്. ഓക്കെ. യു ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് വാട്ട് ദി അതർ പേഴ്സൺ ഇസ് ഡൂയിങ്. നിങ്ങൾ പഠിക്കൂ, സന്തോഷമായിട്ട് പഠിക്കൂ. സ്റ്റഡി ഫോർ ദ സേക്ക് ഓഫ് നോളജ്. പണ്ട് ഞാൻ കുഞ്ഞായിരുന്നു, ഐ റിമെമ്പർ ഐ തിങ്ക് ദ ജെന്റിൽമാൻ വാസ് ഒരു ഗവൺമെന്റ്. ഞാൻ കൊച്ചു കുട്ടിയായിരുന്നു, ഞങ്ങൾക്ക് ഒരു കൃഷിയെല്ലാം ഉണ്ടായി. അപ്പോൾ വയലിൽ ഈ അവധി ദിവസങ്ങളിൽ വയലിലും പാടത്തെല്ലാം പോയി അങ്ങനെ ഇറങ്ങി നടക്കും. അപ്പൊ ഇങ്ങനെ വന്നു ഒരു ദിവസം, മച്ച് ഓൾഡർ ടു മീ, എൻ്റെ അച്ഛനെ കാട്ടിലും പ്രായമുള്ള. അപ്പൊ എന്തോ ചോദിച്ചപ്പോ, അപ്പൊ ഞാൻ സ്കൂള് കംപ്ലീറ്റ്, ഞാൻ പഴയ ലാസ്റ്റ് ബാച്ച് ഓഫ് സീനിയർ കേംബ്രിഡ്ജ് സ്റ്റുഡൻസ് ആണ്, വാട്ട് നൗ കോൾഡ് ISC, ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ്. അപ്പം ഞങ്ങൾ ഡിസംബറിൽ ഞങ്ങളുടെ ടേം തീരും. കേരളത്തിലെല്ലാം ഞങ്ങളുടെ കോളേജസ് തുറക്കുന്ന മാർച്ചിലാണ്. അപ്പൊ ഈ ഡിസംബറിൽ കഴിഞ്ഞാൽ മാർച്ചിൽ അഡ്മിഷൻ കഴിഞ്ഞിട്ട് ജൂണിലേ നമ്മൾ കോളേജിൽ പോവുള്ളൂ. അപ്പൊ അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ടൈപ്പിംഗ് പഠിക്കും, ഈ പഴയ ടൈപ്പ് റൈറ്ററിൽ.
അപ്പൊ ഇങ്ങനെ രണ്ട് ചോദിച്ചു, മോൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ പറഞ്ഞു, ഇപ്പം സ്കൂൾ പാസ്സായി, ഇപ്പം ടൈപ്പിംഗ് പഠിക്കാം. ആ, വെരി ഗുഡ് വെരി ഗുഡ്. ഇന്ന് ആരെങ്കിലും ടൈപ്പിംഗ് പഠിക്കുന്ന പറഞ്ഞാൽ ആളിൽ ചിരിക്കും. ഓക്കെ, ഞങ്ങൾ ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ടൈപ്പിംഗ് പഠിക്കും. പഠിച്ചോ ഇല്ലയോ നോട്ട് എ ക്വസ്റ്റ്യൻ, ടൈപ്പിംഗ് പഠിക്കാൻ പോകും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഹി ടോൾഡ് മീ സംതിങ്, നോ ക്വാളിഫിക്കേഷൻ ഇസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ. ഇറ്റ് കുഡ് മീൻ ടു തിങ്സ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ക്വാളിഫിക്കേഷൻ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. It could also mean that if you do not have a qualification, that is a disqualification. I do not know what he meant. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ ഈ ഒരു this little sentence I can never forget. So my message to you would be, നിങ്ങൾ ചെയ്യുന്നത് don't take it as a challenge. Don't take it as competition. ഈ ചാലഞ്ച് നിങ്ങൾ എടുത്ത് you are able to flourish, you are able to do extremely well. That is the best situation. നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ട്, you have somebody to help you, keep the right attitude and to help you in your progress. That is the best thing that can happen to you. So all that I have to tell you is that I'm extremely happy. I hope I have lived up to your expectations. Life roller coaster ആണ്. നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ you can work wonders. Don't look for the results വരും. It may be short term, it may be long term, but lead a happy life, make maximum use of the opportunity given to you. I wish you, all of you, each one of you, and learn wise, the best of everything. Look forward to interacting with you at some stage. If I can be of any help to any of you, emotional support, mentoring, anything at any time, please feel free to get back to me. Thank you very much. Jai Hind. Thank you so much, sir. Thank you so much for your inspiring words. സോ സാറിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയതിൽ എനിക്ക് തോന്നുന്നു എല്ലാ ലേണേഴ്സും വളരെ ഹാപ്പി ആയിരിക്കും. ആൻഡ് ഇറ്റ് വാസ് റിയലി ഇൻസ്പയറിംഗ്. ആൻഡ് ഇനി നമുക്ക് സെഷന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. സോ ഇതിൽ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മളുടെ ലേണേഴ്സിന്റെ റിലേറ്റീവ്സിന്റെ ബാക്കി കാര്യങ്ങളിലേക്കും ഒക്കെ തന്നെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു മീറ്റില് പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സോ ഇൻസ്റ്റെഡ് നമ്മൾ ഒരു ഓൾമോസ്റ്റ് 40 ആൾക്കാരെയാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ളവർക്കും പറയാനുള്ള കഥകളും അതുപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങളും പറയുന്നതിനായിട്ട് നമുക്ക് മറ്റൊരു അവന്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫോം ആണ്. സോ ഈ ഫോമിൽ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ആ ഫോമിലേക്ക് നമുക്ക് ഒട്ടും സമയം കളയാതെ കടക്കാം. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ റിലേറ്റീവ്സിനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം ഇവിടെ എന്താണോ നമ്മുടെ ലേണേഴ്സിന്റെ റിലേറ്റീവ്സ് ഒക്കെ തന്നെ പറയാൻ പോകുന്നത്, അതേ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. നിങ്ങളുടെ റിലേറ്റീവ്സിന് ഇപ്പൊ സാർ പറഞ്ഞ പോലെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സൺ ഡോട്ടർ, ഇനിയിപ്പം മദർ ഫാദർ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. നമ്മൾ ഓരോ കോഴ്സ് ചെയ്യുന്നതിനെ പറ്റി, നമ്മളുടെ ഓരോ കാര്യങ്ങളെ പറ്റി, നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിനെ പറ്റി ഒക്കെ തന്നെ. സോ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേറ്റീവ് ഈ കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതിയ പോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഈ ഒരു കാര്യം കാണുമ്പോൾ അവർക്ക് തോന്നുന്ന അവരുടെ ഒരു പ്യോർ ഇമോഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, നിങ്ങളും നിങ്ങളുടെ റിലേറ്റീവും കൂടെ നിൽക്കുന്ന അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, സ്പൗസ് ആയിരിക്കാം, അവരുമായിട്ടുള്ള ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എല്ലാവർക്കും ഇതിന്റെ ലിങ്ക്, ഈ ഒരു ഫോമിന്റെ ലിങ്ക് എല്ലാവർക്കും തന്നെ അയച്ചു തരുന്നതായിരിക്കും. അതെല്ലാവരും തന്നെ ഇത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എൻഷുർ ചെയ്യുക. ഇനി നമുക്ക് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മളുടെ ലേണേഴ്സും അതുപോലെ തന്നെ ടീമും
കുറച്ച് സോങ്സ് ഒക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സംസാരത്തിനിടയിലൂടെ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ ഡോക്ടർ ഐശ്വര്യ മെന്ററുടെ MA സൈക്കോളജിയിലെ സ്റ്റുഡന്റ് ആണ്. സോ ഘനശ്യാമ വൃന്ദാവന എന്നുള്ള സോങ് ആലപിക്കുന്നതിനായിട്ട് ഐ ഇൻവൈറ്റ് യു ഡോക്ടർ ഐശ്വര്യ. ഓവർ ടു യു. ഘനശ്യാമവൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നാൽ കൃഷ്ണവേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നാൽ മന്ത്രവേണുമോദി ഘനശ്യാമവൃന്ദാരണ്യം രാസകേളിയാമം മന്ദഹാസപുഷ്പം ചൂടും സാന്ദ്രചുംബനമേകും സുന്ദരാഗരാഗം തേടും ഹൃദയഗീതം മന്ദമന്ദം ഭാവകാലം പോലെ ചാരതീന്തു പൂക്കും രാവിൽ സോമതീരം പോകും ആടുവാൻ മറന്നു പൊന്മയൂരമാകും പാടുവാൻ ഇന്ദ്രവീണയാകും ഘനശ്യാമവൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുളിർ പാട്ടിൽ പകർന്നാടും നേരം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഐശ്വര്യ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു. സോ നമുക്ക് താങ്ക് യു. നമ്മളുടെ ആദ്യത്തെ ലേണറിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവിലേക്കും കിടക്കാം. MBA ലേണർ ആയിട്ടുള്ള പ്രബീഷ് ആൻഡ് ഹിസ് വൈഫ് സരിക. വേറൊരു കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് നല്ല ടീച്ചിങ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ അതിനായിട്ട് മാമിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് സാറിന് പ്രൊവൈഡ് ചെയ്യുന്നത്? സാറിന് ബിസിനസ് ആണ്, അപ്പോൾ അതിന്റെ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി പഠിക്കണമെന്നുണ്ട്. രാത്രിയൊക്കെ സമയം കിട്ടാറുണ്ടെങ്കിൽ അതിന് സഹായിക്കും. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാണ്. അഞ്ജുമോൾ മനോജ് MBA ലേണർ ആണ് ആൻഡ് ജോയിനിങ് ഈസ് ഹർ ഹസ്ബൻഡ് നിത്യാനന്ദ. സോ ഓവർ ടു യു നിത്യാനന്ദ സാർ. ഇപ്പൊ ഞാനിപ്പോ ഒരു അഡ്വർടൈസ്മെന്റിലൂടെയാണ് ഇത് കണ്ടത്, ലേൺവൈസിലായിട്ട് വന്നത്. അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ല, നേരിട്ട് കോളേജിൽ പോകണം. കാരണം ഒരു 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ജോലി ചെയ്തിട്ട്. അപ്പൊ ഒരു പേടി, അവൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടതും. ആദ്യം ഒരു ദീപ്തി മാമിനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത്, പിന്നെ മെന്ററിലേക്ക് വന്നു അനീഷ്യ മാം. സോ ഇപ്പൊ ഒരു നമ്മൾ നേരത്തെ നമ്മുടെ ഗസ്റ്റ് പറഞ്ഞതുപോലെ ഒരു ഫാമിലി പോലെയായിട്ടാണ് അവൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് സപ്പോർട്ട് ഉണ്ട്. ഇപ്പോ ഡിസ്റ്റന്റ് ആയിട്ടാണെങ്കിലും നമുക്കത് അവർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോ ഒരു ഉഷാറൊക്കെ കാണുന്നുണ്ട് പഠിക്കാനായിട്ട്. അത് തുടർന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു ഫോർ ഷെയറിംഗ് ദോസ് വേർഡ്സ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് BBA ലേണറിലേക്കാണ്. സജൻ സാർ ആൻഡ് ജോയിനിങ് ഈസ് ഹിസ് വൈഫ് ആൻഡ് സൺ ശരണ്യ മാം ആൻഡ് ശ്രാവൺ. എൻ്റെ പേര് സാജൻ എന്നാണ്. BBA ആണ്. ഞാൻ രാജമന്ത്രിയിലാണ് ഉള്ളത്. BBA ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ വൈഫ് ഓൾറെഡി ലേൺവൈസിൽ PG ചെയ്തതാണ്. സോ എനിക്ക് അങ്ങനെയാണ് ഈ ലേൺവൈസിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നത്. സോ വൈഫിൻ്റെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടും ഉണ്ട്. സോ BBA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം MBA കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ വൈഫും മകനും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രാജമന്ത്രിയിലാണ് പ്രസന്റ് ഉള്ളത്. ഓക്കെ, സോ ചോദിക്കാനുള്ള ഒരു കാര്യം, മാം എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് സജൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാമോ?
ഓക്കെ, ഞാൻ എപ്പോഴും പറയും നമുക്ക് ഷോർട്ട് നോട്ട്സ് ക്ലാസ് കേട്ടിട്ട് ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എക്സാമിന്റെ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ നോട്ട്സുകൾ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ കണ്ടന്റുകൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ കഴിയും. പിന്നെ MBA ആയിരിക്കണം എപ്പോഴും ലക്ഷ്യമെന്ന് ഞാൻ പറയും. അപ്പോൾ BBA വലിയൊരു ഇതാണ്. BBAയുടെ ഇത് നമ്മൾ കടന്നു കഴിഞ്ഞാലേ നമുക്ക് MBA ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. Oh, thank you so much, ma'am, for sharing those words. So, thank you, Sajan sir, for joining. Next, ഒരു പാട്ടാണ് നമ്മുടെ MA സൈക്കോളജിയിലെ ലേണർ ആണ് അനുജ. സോ അനുജ പാടാൻ പോകുന്ന പാട്ട് പൊന്നോലത്തുമ്പി എന്നുള്ള പാട്ടാണ്, മഴവിൽ എന്ന സിനിമയിലെ പാട്ടാണ്. സോ ഓവർ ടു അനുജ. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട്, നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി പോയേനേ, നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനേ. അന്നൊരു രാവിൽ നിന്നനുരാഗം പൂപോലെ എന്നെ കഴുകി, ആ കുളിരിൽ ഞാൻ ഒരു രാക്കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു. മിഴികൾ പൂവനമായി അധരം തേൻകണമായി ശലഭങ്ങളായി നമ്മൾ പാടി മന്മഥഗാനം. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട്, നിൻ പൂവിരലിൽ പൊന്മോതിരമായി മെയ്യോട് ചേർന്ന് ഞാൻ നിന്നു. ഏതോ പുണ്യം മാംഗല്യവുമായി സ്വയംവരപ്പന്തലിൽ വന്നു. അസുലഭരജനികളിൽ മധുവിതുരാവുകളിൽ വസന്തമം പൂങ്കൊമ്പിൽ നമ്മൾ തേൻമലരുകളാ. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട്. താങ്ക് യു സർ. താങ്ക് യു അനുജ മാം. വളരെ വളരെ മനോഹരമായി തന്നെ ആലോചിച്ചു. സോ ആ പാട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ലേണറിലേക്ക് പോവാം, വിച്ച് ഇസ് ഹസ്ന ഫ്രം BBA. ആൻഡ് ജോയിനിങ് ഹെർ ഇസ് ഹർ ഹസ്ബൻഡ് മുനീർ. ഹസ്ന പി ആളുടെ ഹസ്ബൻഡ് ആണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം ആഡ് വഴിയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള പരസ്യം കണ്ടത്. അങ്ങനെ ഐലൻഡിന്റെ പരസ്യം കണ്ടത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വൈഫിന് ഇങ്ങനെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തത്. ഞാനിപ്പോ ആക്ച്വലി നാട്ടിലില്ല, വൈഫ് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. നിലവില് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അവരെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു സർ. നമുക്ക് നെക്സ്റ്റ് ലേണറിലേക്ക് പോവാം. BBA കോഴ്സിൽ നിന്ന് ആൻഡ് ജോയിനിങ് ഹെർ ഇസ് ഹർ ഹസ്ബൻഡ് സൂരജ്. എന്റെ പേര് സൂരജ്. എന്റെ വൈഫാണ് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് BBAക്ക്. നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിനിടയ്ക്ക് പെട്ടെന്ന് ബേബി ആയതുകൊണ്ട് പിന്നെ ഓഫ്ലൈൻ എന്നുള്ളൊരു ഇത് മാറിയപ്പോൾ ഇഗ്നോ ആണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ചോയ്സ് തന്നു നമുക്ക്. നമ്മളെ ഫ്രണ്ടിന്റെ വൈഫ് ഇവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് ഇഗ്നോനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇഗ്നോനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്കത് അവർക്ക് ക്ലാസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് വൈഫ് കണ്ടിട്ടാണ് കാണിച്ചു തന്നത്. ഇങ്ങനെ ഒരു ഇതുണ്ട് പറഞ്ഞിട്ട് ലാംഗ്വേജിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കുകയും ഇതൊക്കെ ചെയ്തത്. കാരണം ഇപ്പൊ ഒരുപാട് സ്കാമുകൾ നടക്കണല്ലേ. അവർ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോ ക്ലാസ് അവള് ഇപ്പോ സൂപ്പറായിട്ട് പോകേണ്ടത് പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ പറ്റുന്നെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കൈൻഡ് വേർഡ്സ്. നെക്സ്റ്റ് ലേണറിലേക്ക് പോവാം. MA എക്കണോമിക്സിലെ ലേണർ ആണ് ആതിര. ആൻഡ് ആതിരയുടെ മദറായിട്ടുള്ള ബേബി നാരായൺ മാം ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേര് ബേബി.
ആതിരയുടെ അമ്മയാണ്. ആതിര യൂട്യൂബ് വഴിയാണ് അത് കണ്ടത്. അവളതിൽ ചേർന്നു. അപ്പൊ ചേരട്ടെ ചോദിച്ചു. അപ്പൊ ശരി പറഞ്ഞു. കുട്ടിയായ കാരണം ക്ലാസ്സിൽ പോവാണ്ട് വീട്ടിൽ പഠിക്കാണ് പറഞ്ഞു. ശരി. അപ്പൊ പഠിക്കുന്നതിനായിട്ട് രാവിലെ വൈകിട്ടോ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ സഹായമൊക്കെ അമ്മ ചെയ്ത് കൊടുക്കാറുണ്ടോ? ആ കുട്ടിയെ നോക്കും. അവൾക്ക് ചായ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കും. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദോസ് വേർഡ്. നെക്സ്റ്റ് നമ്മൾ BA ഇംഗ്ലീഷിലെ ലേണർ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹലോ. ഒരു പാട്ട് പാടുന്നതിനായിട്ടാണ് പ്രാർത്ഥന ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓവർ ടു യു പ്രാർത്ഥന. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുദേവിക്കോവിലിനുള്ളിൽ ഇറയാട്ട കുമ്മിടാം, ഈ കുഞ്ഞാങ്കിളി കൂകുന്നത് കുയിലിനറിയുമോ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, പൂവാലൻ കോഴി പുതുപൂഞ്ചാത്തൻ കോഴി ചിറകാട്ടിക്കൂവീണം പുലരാൻ നേരം ഹോ, കുന്നും മേലാടും ചെറുകുന്നീ മണിച്ചൂര്യൻ ഉലയോതി കാച്ചേണം മുരുളേ നീയുന്നു, പരലുകൾ പുളയണ പുഴയുടെ നീറ്റിൽ നീരാടും നേരം, കാറ്റേ വന്നു കൊഞ്ചുമോ കനവിൽ കണ്ട കാര്യം, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, കണ്ടില്ല കണ്ടാൽ കഥയെന്തോ ഏതാണോ, കൊതി കൊണ്ടൻ മാറോരം മൈനാൻ ചിലയ്ക്കുന്നു, തൊട്ടില്ല തൊട്ടാൽ വിരൽ പൊള്ളി വിയർത്താലോ, കുറുവാലിക്കാറ്റേ നീ കുറുകിയുണർത്തിയിലെ, അമ്പിളി മാമനുദിക്കണരന്തിയിലാകാശം പോലെ, ഇന്ത്യക്കിനാവിലെ ഉമ്മയിൽ മൂടണ പഞ്ചാര പ്രാവേ, കാതിൽ വന്നു ചൊല്ലുമോ കനവിൽ കണ്ട കാര്യം, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി. താങ്ക് യു. താങ്ക് യു പ്രാർത്ഥന ഫോർ എ വണ്ടർഫുൾ സോങ്. ഷഹാന പറഞ്ഞോളൂ. ഹലോ, എൻ്റെ പേര് ഹസീനയാണ്. ബികോം പഠിക്കുന്ന ഷഹാനയാണ്. ഷഹനാന്റെ ആന്റിയാണ്. അവള് കുഴപ്പമൊന്നുമില്ല. ഈ ക്ലാസ് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി. അവള് പഠിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഒരു മാം കസിൻ എന്തെങ്കിലും രീതിയിൽ വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. കുഴപ്പമൊന്നുമില്ല. തുടർന്ന് പഠിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുഴപ്പമില്ല. ഹസീന മാം ഷഹാനെ ഹെൽപ്പ് ചെയ്യാറോ അല്ലെ ഷഹാനെ ഹെൽപ്പ് ചോദിക്കാറൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, ചോദിക്കൊക്കെ ചെയ്യും. ഓക്കെ, താങ്ക് യു മാം. MA എക്കണോമിക്സിലെ ലേണർ അശോകൻ ആൻഡ് ജോയിനിങ് ഈസ് ഹിസ് വൈഫ് അമൃത. സോ അമൃത മാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണ് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ കുട്ടികളെയും വീട്ടുപണിയൊക്കെ നോക്കിയതിനു ശേഷം പറ്റുന്ന സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Okay, thank you ma'am for sharing that. Thanks again for joining. So next learner MSc Chemistry le Siji ma'am aanu, and joining her is her husband Sabin. എൻ്റെ പേര് സബിൻ. എൻ്റെ വൈഫ് സിജി ആണ് MSc കെമിസ്ട്രി ചെയ്യുന്നത്. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 3.5 വർഷമായി. ആ സമയം തൊട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഫുൾ സപ്പോർട്ടാണ്, അന്നോട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു പ്രശ്നം തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 2.5 വയസ്സുള്ള ഒരു മോളുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ
ഓൺലൈൻ ചെയ്യുമ്പോൾ ലാബിന്റെ ഇഷ്യൂ വരുമ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ള പറ്റിയിട്ടുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ലേൺവൈസിനെ പറ്റി സിജി ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനത് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തു മീൻസ് നമ്മൾ ഈ ആക്ച്വലി സിജി കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. ആ ടൈമിലാണ് നമ്മുടെ ജോയിനിങ്ങിനെ പറ്റി സിജി പറയുന്നത്. അപ്പൊ ഞാൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല, അതിൽ ജോയിൻ ചെയ്യാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പഠിക്കുക, നമുക്ക് ആഗ്രഹം ഉണ്ടത് പഠിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് പഠിക്കുക, ഇന്നുകൂടെ ഞാൻ ചോദിച്ചത് അടുത്ത് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ലക്ഷ്യം അത് പഠിക്കാനുണ്ട്, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ള മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രം ഞാൻ പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ സിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിജി എനിക്ക് ഒരു ഫ്രണ്ടാണോ, അല്ലെങ്കിൽ എത്രത്തോളം എന്നെ കെയർ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ച് ഞാനും അതുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും നമ്മളെ ഒരു നല്ല ഒരു ഹ്യൂമൻ ബീങ് ആക്കി മാറ്റാനും വേണ്ടിയിട്ട് മാത്രം എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ മോളുടെ കേസിലാണെങ്കിൽ ഞാൻ ആ ഒരു രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത്. പഠിക്കാൻ എല്ലാ കാര്യങ്ങളും അറിയണം, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് എല്ലാം ഞാൻ സിജിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേരിനെയാണ് നമ്മൾ കണ്ടത്. താങ്ക്സ് അഗെയിൻ ഫോർ ഷെയറിംഗ് ഓൾ ദോസ് വിത്ത് അസ്. സോ നെക്സ്റ്റ് നൗറിൻ നാസർ ആണ്, ആൻഡ് ജോയിനിങ് വിത്ത് ഹർ ഇസ് ഹർ മദർ മുബീന മാം. നൗറിൻ നാസറിന്റെ ഉമ്മയാണ് മുബീനയാണ് പേര്. ഞങ്ങൾ പിന്നെ യൂട്യൂബിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് ലേൺവൈസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ മോള് ഡിഗ്രി കഴിഞ്ഞതാണ്. PGക്ക് വേറെ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പൊ പിന്നെ TTCയും കൂടെ ചെയ്യണം. 2 വർഷം കൊണ്ട് TTCയും PGയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുള്ള രീതിക്കാണ് ഡിസ്റ്റന്റ് ആയിക്കാട്ടെ ഇതിൽ ചേർന്നത്. പിന്നെ മോള് ഇപ്പൊ ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ട്, ക്ലാസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ്. നെക്സ്റ്റ് നമ്മുടെ ലേണർ ആയിട്ട് വരുന്നത് ഐമൻ ആബിദ് ആണ്, BBA സ്റ്റുഡന്റ് ആണ്, ആൻഡ് ജോയിനിങ് ഹിം ഇസ് ഹിസ് മദർ ഖൈറുന്നിസ. ഹലോ, ഐമന്റെ ഉമ്മാണ്. ഓനിക്ക് ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണോന്നുള്ള ഒരു താല്പര്യമായിരുന്നു. അപ്പോ ഇതാണ് ബെറ്റർ. ഓൻ കുറെ ഇങ്ങനെ നെറ്റിൽ നോക്കിയാണ് ഈ ലേൺവൈസിലേക്ക് എത്തിയത്. അപ്പോ എനിക്ക് അധികം ശ്രദ്ധിക്കേണ്ടി വരലില്ല. അവന് മെന്റർ ശാലു മാം നല്ലോണം ഒക്കെ പറഞ്ഞു കൊടുക്കലൊക്കെ ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു ഫോർ ജോയിനിങ്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. നെക്സ്റ്റ് നമ്മുടെ ലേണറുടെ BA ഹിസ്റ്ററിയിലെ ലേണർ ആയിട്ടുള്ള മുന്നാസ് ചെയ്യാൻ്റെ ഒരു പാട്ടാണ്. என்ன விலையழகே என்ன விலையழகே சொன்ன விலைக்க வாங்க வருவேன், விலையுயிரென்றாலும் தருவேன், இந்த அழகை கண்டு வியந்து போகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன். என்ன விலையழகே சொன்ன விலைக்க வாங்க வருவேன், விலையுயிரென்றாலும் தருவேன், இந்த அழகை கண்டு வியந்து போகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன். படைத்தான் இறைவன் உன்னையே, மலைதான் உடனே அவனே, அழகை படைக்கும் திறமை முழுக்க உன்னோடு சேர்ந்தது, என் வீடு சேர்ந்தது, விதியே மடியில் கிடக்கும் உண்மையை மீனட்டும் என்மேல், பிறவினில் வந்து கலந்தது, பிறந்த மனம் கடந்தது, உடல் மட்டும் இங்கு கிடக்குது, உடல் வந்து நீயும் உயிர்கொடு, பல்லவன் சிப்பிகள் என்று பங்கிய சிற்பத்தில் ஒன்று, பெண்ணென வந்தது என்று சிலையே, பல்லவன் சிப்பிகள் என்று பங்கிய சிற்பத்தில் ஒன்று, பெண்ணென வந்தது என்று சிலையே, உந்தன் அழகைக்கு இல்லை ஈடு. என்ன விலையழகே சொன்ன விலைக்க வாங்க வருவேன், விலையுயிரென்றாலும் தருவேன், இந்த அழகை கண்டு வியந்து போகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன், ഒരു മൊഴിയില്ലാமல் മൗനമാகிறேൻ. താങ്ക് യു സോ മച്ച് മുന്ന, വളരെ മനോഹരമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. മൂവിങ് ഓൺ, നമ്മുടെ BBA ലേണർ ആണ് ഹഫ്ന,
ഹഫ്നയോടൊപ്പം വന്നിരിക്കുന്നത് ഹഫ്നയുടെ മദർ ആണ് നസീമ. എന്റെ പേര് നസീമ, ഹഫ്നയുടെ ഉമ്മയാണ്. അവള് ക്ലാസ്സിനൊക്കെ എല്ലാം ഇരിക്കലും എല്ലാം ഓളന്നെ സ്വന്തമായിട്ട് ചെയ്ത തീരുമാനമാണ്. നമ്മളൊന്നും സപ്പോർട്ടൊക്കെ നല്ലോണം ഉണ്ട്, പഠിക്കുന്നൊക്കെ ഉണ്ട്, ഞാൻ ക്ലാസ് നോക്കാറുണ്ട്. മാം സലുമ ഇടക്ക് വിളിക്കാറുണ്ട്, ആഴ്ചയിലൊക്കെ വിളിക്കുന്നുണ്ട്, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോമി പോളിയുടെ ഹസ്ബൻഡാണ്, MA സൈക്കോളജി. അപ്പൊ നമ്മുടെ വൈഫിനെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ കുറെ തിരക്കും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് കുറെ ഗ്യാപ്പ് വന്നുപോയി. പിന്നെ പഠിക്കണമെന്ന് ഫേസ്ബുക്കിലാണ് ഇത് ആഡ് ഓൺ കണ്ടത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിളിച്ച് അങ്ങനെ ചേരാറുന്നു. പിന്നെ നമ്മുടെ വൈഫിന്റെ ഒരു ആഗ്രഹം ആയിരുന്നു ഒരു കൗൺസിലർ ആവണമെന്നുള്ള രീതിയിൽ. മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊന്നും സാധിച്ചില്ല. ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്. എങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടി സപ്പോർട്ട് ചെയ്ത് സമയം ഉണ്ടാക്കി കൊടുത്താണ് പഠിക്കുന്നത്. വൈകിട്ടാണ് പഠിക്കല് ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്തോറും കുറച്ചുകൂടെ സമയം രാവിലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ. ഞങ്ങൾ രണ്ടാളും സ്വന്തം ബിസിനസ്സുകളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നല്ല തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ തന്നെയാണ് ഇപ്പൊ പഠിക്കുന്നത്. അത് അവർ ആഗ്രഹം കൊണ്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഫാമിലി മീറ്റ് അറേഞ്ച് ചെയ്ത ലേൺ വൈസിനും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ പോട്ടെ എന്നുള്ള ആശംസകളും നേരുന്നു. താങ്ക് യു സാർ, താങ്ക് യു ഫോർ ജോയിനിങ്. നമുക്ക് നെക്സ്റ്റ് ലേണറിലേക്ക് പോവാം. യാസർ അറഫാത്ത് BBA സ്റ്റുഡന്റ് ആണ്. ആൻഡ് യാസറിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് യാസറിന്റെ വൈഫാണ് ഷബാന. സോ യാസർ ആൻഡ് ഷബാന മാം. ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് ഷബാനയാണ്. ഹസ്ബൻഡാണ് BBAക്ക് ചേർന്നിട്ടുള്ളത്. പിന്നെ ലേണേഴ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ടാവും. ലേൺ വൈസിലെ ഫാമിലി മീറ്റിംഗ് വിളിച്ചതിന് നന്ദിയുണ്ട്. അമിഷ മാം ഇടയ്ക്കിടക്ക് ഓഡിയോ കോൾ, വീഡിയോ കോൾ ഒക്കെ വിളിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. പിന്നെ പറയണമെങ്കിൽ കുറെ സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് കുറെ വീഡിയോ ഒക്കെ നോക്കി പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കുന്നുണ്ട്. വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിക്കുന്ന സമയത്ത് മാറ്റി നിർത്താറൊക്കെ ഉണ്ട്. എന്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ഞാൻ കുറെ കാലം കൊണ്ട് ഡിഗ്രി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ പിന്നെ ലേൺ വൈസിന് യൂട്യൂബിലേക്ക് കണ്ടിട്ടാണ് ചേർന്നിട്ടുള്ളത്. പിന്നെ ചേർന്നപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ കുറെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ അതിനനുസരിച്ചൊക്കെ നോക്കി ചെയ്യുന്നുണ്ട്, വീഡിയോ ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. എല്ലാം നോക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മെന്റൽ സപ്പോർട്ടും പിന്നെ നന്നായിട്ടുണ്ട്. അനീഷ മാം എപ്പോഴും വിളിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനനുസരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു യാസർ സാർ ആൻഡ് ഷബാന മാം. നെക്സ്റ്റ് ലേണറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സോങ് നമ്മുടെ MBA ലേണർ ആണ് സ്നേഹ. സോ സ്നേഹ, ഓവർ ടു യു. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോമലേ, ഒരു വേള നിന്നീർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോമലേ, ഒരു വേള നിന്നീർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. അകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീലരാവിലെ കാന്തതയിൽ നിൻമിഴിയിലെ നനവൊപ്പി മായ്ച്ചതില്ല. എങ്കിലും നീ അറിഞ്ഞു എന്തിനമെന്നും നിന്നവറിയുന്നതായി, നിന്നെ തഴുകുന്നതായി. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോമലേ,
ഒരു വേള നിന്നേർക്കു നീട്ടില്ല. താങ്ക് യു. Thank you, Sneha. Thank you so much for that wonderful song. And let's move on to the next learner, who is Aisha Anwar, MA English learner, and joining her is her husband, Ramzi Mohammed. So, Ramzi sir and Aisha ma'am. എൻ്റെ പേര് റംസി എന്നാണ്. എൻ്റെ വൈഫ് ആയിഷ അൻവ ലേൺ വൈസിൽ MA ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ആഡ് കൂടെയാണ് ഇത് കണ്ടത്, ഈ ആപ്പിലേക്ക് എത്തിപ്പെട്ടത്. വളരെ Okay. പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് അവൾ തന്നത്. അപ്പോൾ Okay. അവൾക്ക് റിട്ടയർ ആവണമെന്നാണ് ആഗ്രഹം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പ്രഗ്നൻസി ഒക്കെ വന്നപ്പോൾ പിന്നെ മാനസികമായിട്ടൊരു ഡൗട്ടിലായിരുന്നു. ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുത്തു. മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ അതെ ഇപ്പൊ അതെ. ഇതിലേക്ക് എത്തിയത്. എന്തായാലും ഇനി അങ്ങോട്ടും എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. Okay. Thank you so much, നമ്മുടെ learner Vinayakan and his mother Sunita ma'am. So, Vinayakan and Sunita ma'am. അല്ല, ആക്ച്വലി ബിനായ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്തിട്ട് കക്ഷി അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് നമുക്ക് ഹയറായിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു മിനിമം ഡിഗ്രി വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവനിപ്പോൾ ജോയിൻ ചെയ്തത്, സോഷ്യോളജി എടുത്തിരിക്കുന്നത്. അവൻ ഈ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് 8 മണി 9 മണിക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നോ പഠിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ ഉണ്ട്. Okay. Thank you for joining, sir. Next, നമ്മുടെ learner Anoop ആണ്. So, Anoop and joining with him is his wife Chitra. So, Anoop sir and Chitra ma'am. എൻ്റെ പേര് അനൂപ് എന്നാണ്. കൂടെ വൈഫുണ്ട് ചിത്ര. ആക്ച്വലി ഞങ്ങള് ലേൺ വൈസിൻ്റെത് ഫേസ്ബുക്ക് വഴിയോ മറ്റാണ് കാണുന്നത്. ആക്ച്വലി ഞാൻ MBAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ 2007 ബികോം പാസ് ഔട്ട് ആയതാണ്. 2008 സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് പോയതാണ്. അപ്പം അന്ന് ഡിഗ്രി പാസ് ഔട്ട് ആയ ഉടനെ ഉള്ളൊരു അംബിഷനായിരുന്നു MBA ചെയ്യണം എന്നുള്ളത്. പിന്നെ ജോലി കിട്ടിയത് കൊണ്ട് തന്നെ അത് നടന്നില്ല. പിന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഏകദേശം 17 വർഷമായി. അപ്പം ഇത് വൈഫ് ഇങ്ങനെ ഇരുന്ന് ഓരോരോ പ്രാവശ്യം ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും പറയും നമുക്ക് അടുത്തത് ചെയ്യാമെന്ന്. പക്ഷെ അപ്പൊ അടുത്ത ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അടുത്ത ട്രാൻസ്ഫർ വരും. അങ്ങനെ ഇതിങ്ങനെ നീണ്ടു പോയി. അപ്പം പുള്ളിക്കാരിയാണ് ഇത് ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു MBA ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് അദ്ദേഹം തന്നെ പറയും എങ്ങനെയാണത് കണ്ടുപിടിച്ചെന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങള് രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പം അന്ന് നിർത്തിയിടത്തുനിന്നാണ് ഇപ്പൊ തുടങ്ങുന്നത്. അപ്പൊ പുള്ളിക്കാരിയെ കൊണ്ട് ഞാൻ ഇതില് MA എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ച് ഇപ്പം പുള്ളി MA എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ട്. MA എഡ്യൂക്കേഷൻ നിർബന്ധിച്ചതല്ല, അദ്ദേഹം വേറൊരു കോഴ്സ് ചെയ്തിട്ട് എന്തായാലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്റെ ജോലി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ ഫ്രീക്വന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് പെർമനന്റ് ആയിട്ട് ആരും ജോലി കൊടുക്കുന്നില്ല. അപ്പോ പഠിക്കുന്നത് എന്തെങ്കിലും പഠിക്കുന്നത് നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞു. അപ്പൊ അടുത്തത് അപ്പൊ ഇവിടെ നിന്ന് ഇനി ഒരു ട്രാൻസ്ഫറിന് ടൈം ഉള്ളത് കൊണ്ട് തന്നെ MA എഡ്യൂക്കേഷൻ അതും ഇഗ്നോ വഴി തന്നെ ലേൺ വൈസിൽ രണ്ടുപേരും ചേർന്നു. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പരസ്പരം ഫ്യൂച്ചർ സപ്പോർട്ട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 2 കുട്ടികളുണ്ട്. ചെയ്തിട്ട് വരുമ്പോഴും ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് ലേൺ വൈസിലുള്ള വീഡിയോസ് കേൾക്കാറുണ്ട്. 1 hour ട്രാവൽ ഉണ്ട്. അപ്പൊ ആ 1 hourൽ നിങ്ങളുടെ വീഡിയോസ് കറക്റ്റ് ആണ്. ഒരു 1 hour ആയിട്ടുള്ള ടൈമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് വണ്ടി കയറുമ്പോൾ ഇട്ട് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് വീടെത്തുമ്പോഴേക്കും ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. നോട്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അതിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇത് നോട്ട് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. അതിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ. അത് ഞാന് ഇപ്പൊ റീസെന്റ് ആയിട്ട് PG ഡിപ്ലോമ ചെയ്തിരുന്നു മോണ്ടിസോറിയിൽ. അപ്പൊ മോണ്ടിസോറി ടീച്ചറാണ്. അപ്പൊ എനിക്ക് സ്കൂളില് അഡ്മിഷൻ കിട്ടിയിരുന്നു. സോ അപ്പൊ നാട്ടിലേക്ക് വന്നപ്പോ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാനപ്പൊ നമ്മള് വീട്ടിലിരുന്ന് പഠിക്കാൻ എന്താണെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെയാണിത് ഞാൻ ഇൻസ്റ്റയിലോ മറ്റെയാണ് ലേൺ വൈസിനെ കുറിച്ച് കേട്ടത്. അപ്പൊ സോ ആളും കുറെ നാളായിട്ട് MBA ചെയ്യണം എന്നുള്ളത് ഒരു നല്ലൊരു ആഗ്രഹത്തിൽ ഇരിക്കുക. അപ്പൊ നമ്മള് നാട്ടിൽ വന്നപ്പോ നമുക്ക് എക്സാം എഴുതാനും പോകാനൊക്കെ കുറച്ചുകൂടെ
കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നോക്കിയപ്പോൾ ലേൺ വൈസിൽ. അപ്പോൾ ഞാനപ്പോ കോഴ്സ് ഏതെടുക്കണം എന്ന് സെർച്ച് ചെയ്ത സമയത്താണ് MA എഡ്യൂക്കേഷനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ ആള് MA ജോയിൻ ചെയ്തു, ഞാൻ MA എഡ്യൂക്കേഷൻ ജോയിൻ ചെയ്തു. സോ അപ്പൊ എനിക്ക് ചില സമയത്ത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ചില വീഡിയോസ് മിസ്സാവാറുണ്ട്. സോ ആള് കേൾക്കുമ്പോൾ അത് അതിന്റെ മെയിൻ പോയിന്റ്സ് എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരും. സോ അങ്ങനെ നമ്മൾ ഒരാള് കയറാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ആള് കയറുന്നതുകൊണ്ട് മ്യൂച്വലി എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് രണ്ടുപേരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച് അനൂപ് സർ ആൻഡ് ചിത്ര മാം. താങ്ക്സ് ഫോർ ജോയിനിങ്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ മെന്റർ ആയിട്ടുള്ള ഫാത്തിമയുടെ ഒരു സോങ് ആണ്. തങ്കമകൻ എന്ന സിനിമയിലെ എന്നാസുള്ള എന്നുള്ള ഒരു സോങ് ആണ്. സോ ഓവർ ടു യു ഫാത്തിമ. இது சொல்லு கண்ணோடு கண் பேசு வார்த்தை இல்லை என்னென்னவோ உள்ளுக்குள்ள மெல்ல சொல்லாமய விக்கம் தள்ளு சின்ன சின்ன ஆசை உள்ளத்துக்கே தெக்கே பேச மல்லிகைப்பூ வாச கொஞ்சம் காத்தோடு வீச முத்து முத்து பார்க்க நெஞ்சில் முத்து முத்து வீர்க்க புத்தம் புது வாழ்க்கை என்ன உன்னோடு சேர்க்க என்னோடு நீ உன்னோடு நான் ஒன்றோடு நாம் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் என்றோடு நாம் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள் என்ன சொல்ல இது சொல்ல கண்ணோடு கண் பேச வார்த்தை இல்லை என்னென்னவோ உள்ளுக்குள்ள சொல்லாம வெக்கம் தள்ளு சொல்லாமல் கொல்லாமல் நெஞ்சோடு காதல் சேர முச்சு முட்டுதே என்னாலும் என்னாலும் கைகோர்த்து போகும் பாதை காதல் தோன்றுதே சொல்லாத எண்ணங்கள் பொல்லாத ஆசைகள் உன்னால சேருதே பாரம் கூடுதே தேடாத தேடல்கள் காணாத காட்சிகள் உன்னோடு காண்பதில் நேரம் போகுதே சின்ன சின்ன ஆசை உள்ளத்துக்கே திக்கே பேச மல்லிகைப்பூ வாச கொஞ்சம் காத்தோடு வீச உத்து உத்து பார்க்க நெஞ்சில் முத்து முத்து வேர்க்க புத்தம் புது வாழ்க்கை என்ன உன்னோடு சேர்க்க என்னோடு நீ உன்னோடு நான் ஒன்றோடு நாம் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றோடு நாம் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள் என்ன சொல்ல இத சொல்ல கண்ணோடு கண் பேச வார்த்தை இல்லை. താങ്ക് യു. താങ്ക് യു ഫാത്തിമ ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. സോ നെക്സ്റ്റ് നമ്മുടെ ലേണർ ഉമാദേവിയാണ്. സോ MA സൈക്കോളജിയിൽ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ള ലേണർ ആണ്. ആൻഡ് വിത്ത് ഹർ ഇസ് ഹർ ഹസ്ബൻഡ് വേണുഗോപാൽ VR. സോ ഉമാദേവി മാം ആൻഡ് വേണുഗോപാൽ സർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേണുഗോപാൽ. ഞങ്ങൾ നായത്തോട് നിന്നാണ് സംസാരിക്കുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് നിന്നാണ്. ഞാൻ ഉമയുടെ ഹസ്ബൻഡാണ്. ഞാൻ വർക്ക് ചെയ്തിരുന്നത് തൃശ്ശൂര് ഒരു MNCയിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു 2022. ഉമ വർക്ക് ചെയ്തിരുന്നത് അങ്കമാലി സബ് ട്രഷറി ഡിപ്പാർട്ട്മെന്റില് സബ് ട്രഷറി ഓഫീസറായിട്ടായിരുന്നു. ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഡിപ്പാർട്ട്മെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത്. ഉമ പഠിച്ചിരുന്നത് മുഴുവനും ഓൺലൈനായിട്ടായിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞിട്ടായിരുന്നു സർവീസിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം 2012 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2012 എൻ്റെ മൂത്ത മകൻ +2 പഠിക്കുന്ന സമയത്ത് സംസ്കൃതം പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ എൻകറേജ്മെന്റ് കൊണ്ടാണ് ആദ്യം സംസ്കൃതം പഠിക്കാനായിട്ട് ചേർന്നത്. സംസ്കൃതത്തിന്റെ ബേസിക് കോഴ്സുകൾ ശേഷം MA സംസ്കൃതം തിരുപ്പതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൺലൈനിൽ പാസ്സായിരുന്നു, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ. അതിനുശേഷം ആക്ച്വലി ഡിപ്ലോമ കഴിഞ്ഞ് ഡിഗ്രി ഉണ്ടായിരുന്നില്ല.
അപ്പോ റിസർച്ച് ചെയ്യുന്നുള്ള ഉദ്ദേശത്തിലാണ് MA എടുത്തത്. അപ്പോൾ അതിന് 2+3+2 എന്ന പാറ്റേൺ വേണം എന്നുള്ളതുകൊണ്ട് വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം കോഴ്സ് പാസ്സായിരുന്നു. അതിനുശേഷമാണ് ഒന്നുകൂടി MA മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ വർഷം പാസ്സായി. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പഠിക്കണം എന്ന താല്പര്യത്തിലാണ് ഇഗ്നോയെ കുറിച്ച് അറിഞ്ഞതും ഇഗ്നോയിലെ MA സൈക്കോളജിയെ കുറിച്ചും പഠിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചതും. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അതിന് സ്റ്റഡി മെറ്റീരിയൽ മാത്രമേ കിട്ടുള്ളൂ, ക്ലാസ് കോൺടാക്ട് ക്ലാസ് ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ലേൺ വൈസ് അക്കാഡമിയെ കുറിച്ച് അറിയാനിടയായത്. അങ്ങനെ സംസാരിച്ച് മെന്റർ അക്ഷര മാമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റി. അക്ഷര മാമിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഫോർച്ചുനേറ്റ്ലി ഇന്നലെ എനിക്ക് അക്ഷര മാമിന്റെ ഒരു സെഷൻ കേൾക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഭംഗിയായിട്ട് എടുക്കുന്നത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ഇന്നലെ കിട്ടി. അതിന് ഞാൻ അക്ഷര മാമിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഉമയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ജോലി റിട്ടയർ ചെയ്തു, ഇപ്പൊ പഠിക്കാനായിട്ട് സമയം കൂടുതലുണ്ട്. ഡെയിലി വീഡിയോസ് കാണാറുണ്ട്, ക്ലാസ്സുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് പോകാറുണ്ട്. അക്ഷര മാമിന്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. അതിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഫ്രീക്വന്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്. അതിനുള്ള നന്ദി പ്രത്യേകം ഈ അവസരത്തിൽ അക്ഷര മാമിനെ രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഫാമിലി പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോടും സാറിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. അതായത് ഇത്രയും അധികം കോഴ്സുകൾ ചെയ്തിട്ട് പിന്നെ ഈ ഒരു റിട്ടയർമെന്റ് ചെയ്യുന്ന ഒരു പഠനത്തിന് ഇപ്പൊ നമ്മുടെ രഞ്ജൻ സാർ പറഞ്ഞ പോലെ റിട്ടയർമെന്റിന് ശേഷം പഠനം തുടരുക എന്ന് പറയുമ്പോൾ തികച്ചും ഒരു അതെ സാറേ, ഇപ്പൊ MA രണ്ട് MA ഉണ്ട്. ഇതിപ്പോ സൈക്കോളജി അഡീഷണൽ എടുക്കുന്നതാണ്. അപ്പൊ അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഇതുകൊണ്ട് യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതെ, അപ്പൊ കഴിഞ്ഞ 12 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കാറുണ്ട്. തുടർന്നും എന്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എന്തായാലും എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. മാം താങ്ക് യു. സോ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അടുത്ത ലേണറിലേക്ക് പോകാം. BCom-ൽ ജോയിൻ ചെയ്തിട്ടുള്ള അൻഹ ആൻഡ് വിത്ത് ഹർ joining is her mother, Sakira. So, Anha and Sakira ma'am. എന്റെ പേര് ഷാക്കിറ, മകളുടെ പേര് അനഹാഫത്തും. BCom-നാണ് അഡ്മിഷൻ എടുത്ത്. പിന്നെ യൂട്യൂബ് വഴിയാണ് ലേൺ വൈസിനെ പറ്റി അറിഞ്ഞത്. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഡിഗ്രി വേറെ എന്തെങ്കിലും ഒരു കോഴ്സിനും കൂടി പോകണമെന്നുള്ള ഇതിലാണ് ഡിസ്റ്റൻസ് ആയി ഡിഗ്രി എടുത്തത്. ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ട്. പിന്നെ ഗായത്രി മാം ആഴ്ചയിലും വിളിക്കുന്ന എല്ലാ വീക്കിലും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്, ക്ലാസ് കേട്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാനും എന്റെ കഴിവിന്റെ പരമാവധി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു കോഴ്സും കൂടി ചെയ്യാനുള്ളതിലാണ് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തത്. Okay, thank you ma'am. Thanks for joining and thanks for sharing the experience. Next ലേണർ നമ്മുടെ നഫീസത്തുൽ മിസ്രിയാണ്. സോ മിസ്രിയോടൊപ്പം സെഷനിൽ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത് മിസ്രയുടെ ഫാദർ ആണ്, മിസ്റ്റർ അബ്ദുൽ അസീസ്. ലേൺ വൈസിൽ ആദ്യം ഞാൻ വിചാരിച്ച ഫേക്ക്, പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് നമുക്കിത് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ എൻ്റെ മോള് പഠിക്കാൻ നല്ല മിടുക്കിയാണ്. നമ്മളെ കൂടെ നമ്മളെപ്പോഴും എന്തും സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടറായിട്ട് റാഗി മേഡം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കോഴ്സ് നന്നായി പഠിക്കുന്നുണ്ട്. എൻ്റെ മോള് നന്നായി പഠിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ പോലത്തെ ഉള്ള സാർമാരെ സപ്പോർട്ട് എന്നും വേണം സാർ. നമ്മൾ പൊതു മേഖലയിലുള്ള ആളാണ്, അപ്പൊ നമുക്ക് എല്ലാ വിവരങ്ങളും ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഈ നല്ല ലൈൻ വൈസ് നല്ലതെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് സാർ. താങ്ക് യു സോ മച്ച് സാർ. സോ അപ്പം എന്നും പഠിക്കുന്നൊക്കെ ഉണ്ടല്ലേ? പഠിക്കുന്നു സാർ. നമ്മൾ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയൊക്കെ ക്ലാസ്സിന് ഞങ്ങൾ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ജോയിൻ ചെയ്തതിനും അങ്ങയുടെ വാക്കുകൾക്കും വളരെയധികം നന്ദി. താങ്ക് യു മാം ഫോർ ജോയിനിങ്. ആൻഡ് വൈഷ്ണവിയോടൊപ്പം വരുന്ന MBA-ലെ ലേണർ ആണ് വരുന്നത് അജിതയാണ് മദർ. സോ അജിത മാം. ഞാൻ അജിത, വൈഷ്ണവിയുടെ അമ്മയാണ്. MBA-ക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു.
പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നത്? മാമിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ? എനിക്കത്ര വിദ്യാഭ്യാസമൊന്നുമില്ല. അല്ല, ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിന്റെ ഞാൻ അല്ല, അതായത് ഡിഗ്രി നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പം സപ്പോർട്ട് മെന്റലായിട്ടും അവരെ അതുപോലെ തന്നെ അവരെ എല്ലാ നമ്മളെ ജീവിതം രീതിയിലും. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടല്ലേ അതെ അത് അത് പഠിക്കുന്നതൊക്കെ അവര് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് സഹായിക്കാൻ പറ്റണമെന്നില്ല. സോ അത് വലിയൊരു സപ്പോർട്ടാണ് മാമിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഒരു ഒരിക്കലും കുറച്ച് ബിടെക് കാണരുത്. കഴിഞ്ഞ് PG കോഴ്സ് ചെയ്യിക്കണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ജോലി കിട്ടിയോണ്ട് പിന്നെ MTechന് പോവാൻ പറ്റാതായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് MBA എടുക്കാന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ കണ്ടാണ് നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയുന്ന ചേർന്ന് അനുഷ മാം കൂടെയൊക്കെ വിളിക്കുന്നുണ്ട്, നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. താങ്ക് യു മാം. സോ തുടർന്ന് അങ്ങനെ തന്നെ പഠിക്കാൻ സാധിക്കട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ് ആൻഡ് താങ്ക്സ് ഫോർ ഷെയറിംഗ് മാം. അടുത്തത് MBA ലേണർ ആണ് മേഘ ബിയാട്രിസ് ആൻഡ് വിത്ത് ഹിസ് മദർ കുഞ്ഞുമോൾ. സോ കുഞ്ഞുമോൾ മാം ആൻഡ് മേഘ. എന്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ മേഘ ബിയാട്രിസിന്റെ മമ്മിയാണ്. എനിക്ക് ഒരുപാട് നാളുകളായി എന്റെ കൊച്ചിനെ കൊണ്ട് MBA എടുപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഒരു ജോലിയൊക്കെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോ താല്പര്യം വന്ന് അങ്ങനെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് കൊച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കോഴ്സാണ് MBA. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വെച്ചാണ് എന്റെ മക്കളെ കൊണ്ട് MBA എടുപ്പിക്കണമെന്നുള്ളത്. അതെനിക്ക് ആ കാര്യം സാധിച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു മാം. മാമിനും വൈകിട്ടൊന്നുമില്ല, മാമിനും MBA എടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ല സാറ് പറഞ്ഞ അതല്ല രഞ്ജിത്ത് സാറ് എനിക്ക് പറഞ്ഞ എന്റെ പോലെ. മക്കളിലൂടെയാണ് ഞാനിപ്പോ എല്ലാ സന്തോഷവും കാണുന്നത്. ഓക്കെ പിള്ളേരാവട്ടെ, മാം. പിള്ളേരാവണതാണ് നമുക്കൊരു അവരുടെ ആഗ്രഹം കിട്ടണത്. അല്ലാണ്ട് നമ്മൾ അതെ ചെയ്യണേക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് പിള്ളേരുടെ എല്ലാം. അവർ തീർച്ചയായും ചെയ്യട്ടെ, അവർ തീർച്ചയായും. നല്ല രീതിയിലൊന്ന് വളരണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതെ തീർച്ചയായും മാം. സോ താങ്ക്സ് ഫോർ ജോയിനിങ് മാം. താങ്ക്സ് ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. സോ കീപ് സപ്പോർട്ടിംഗ് ഹർ. നെക്സ്റ്റ് വരുന്ന ലേണർ റുബയ്യയാണ്. BSc മാത്തമാറ്റിക്സിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് റുബയ്യോടൊപ്പം ഉള്ളത് ഫാത്തിമ റസിയ, റുബയ്യയുടെ സിസ്റ്റർ ആണ്. സോ ഫാത്തിമ മാം ആൻഡ് റുബയ്യ. ഈ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയുന്നത് സിസ്റ്ററിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് അറിഞ്ഞത്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ യൂട്യൂബ് നോക്കിയപ്പോൾ അറിയാൻ പറ്റി. പിന്നെ BSc മാത്സ് എടുക്കണമെന്ന് സിസ്റ്റർ താല്പര്യം വളരെ ആഗ്രഹിച്ച് എടുത്തതാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അറിഞ്ഞപ്പോ എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല, എന്നാലും കഴിയുന്നൊരു പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ ആ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. സോ താങ്ക്സ് ഫോർ ജോയിനിങ് ഫാത്തിമ റസിയ ആൻഡ് താങ്ക് യു റുബയ്യ ഫോർ ജോയിനിങ് ദ സെഷൻ. BA സൈക്കോളജിയിലെ ലേണർ ആണ്. ഷെറിന്റെ കൂടെ ഉള്ളത് ഷെറിന്റെ ഹസ്ബൻഡ് ബിന്യാമിൻ ആണ്. സോ ഷെറിൻ ആൻഡ് ബിന്യാമിൻ സർ. ബിന്യാമിൻ എന്നാണ് പേര്. വൈഫ് ഷെറിൻ ഹോം മേക്കർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞപ്പോൾ വളരെയധികം എൻകറേജ് ചെയ്തു, ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്തപ്പോ കുറച്ച് അപ്രിഹെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുമോ, ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓറിയന്റേഷൻ, ഫസ്റ്റ് ഡേ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു കംഫർട്ട് ലെവല് ഫീൽ ചെയ്യുകയും അത് മുമ്പോട്ട് പോകാൻ പറ്റുകയും ചെയ്യുന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്ന നിങ്ങളുടെ സപ്പോർട്ട് സ്റ്റാഫും മെന്റർഷിപ്പും എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. കോഴ്സ് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് എൻകറേജ്മെന്റ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന നൗഷീസ് വലിയ കുഴപ്പമില്ലാതെ കംഫർട്ടബിൾ ആയി തോന്നുന്നു. നന്നായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. മുമ്പോട്ട് ഇങ്ങനെ പോട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു. Thank you so much, sir. Thank you so much for your kind words and motivating words. Okay. തുടർച്ച ഇതുപോലെ തന്നെ ഷെറിൻ മാമിന് തുടർച്ചയായി ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ പോകാൻ സാധിക്കും. സോ എല്ലാവിധ സപ്പോർട്ടും ലേണേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. സോ താങ്ക്സ് അഗെയിൻ ഫോർ ഷെയറിംഗ്. അടുത്ത ലേണറെ ഇൻവൈറ്റ് ചെയ്യാണ്, വിച്ച് ഇസ് അനസൂയ. BCA ലേണർ ആണ്. അനസൂയയുടെ കൂടെ വന്നിരിക്കുന്നത് അനസൂയയുടെ ഫാദർ ആണ് ബാബു NG. സോ അനസൂയ ആൻഡ് ബാബു സർ, ഗുഡ് ഈവനിങ്. അനസൂയ തന്നെയാണ് ഈ ലേൺ വൈസ് പ്ലാറ്റ്ഫോം തെരഞ്ഞെടുത്തത്. എനിക്കിതിനെ കുറിച്ച് അറിയാൻ വരുന്നില്ല, അവള് എവിടെ നിന്നാ കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ക്ലാസ് ഒക്കെ വളരെ നല്ലതാണെന്ന് തോന്നുന്നു. അവള് വളരെ ലേറ്റ് ആയിട്ടും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കാണാറുണ്ട്. പിന്നെ നിങ്ങളെ മെന്റർഷിപ്പും വളരെ നല്ല തന്നെയാണ് തോന്നുന്നു. ഡൗട്ടൊക്കെ വളരെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ നന്നായിട്ട് വരും. ഓക്കെ, താങ്ക് യു. Okay, thank you, sir.
നെക്സ്റ്റ് നമ്മള് ബികോമിലെ ലേണർ ആയിട്ടുള്ള ആതിരയാണ് കണക്ട് ചെയ്യുന്നത്. ആതിരയുടെ കൂടെ വന്നിരിക്കുന്ന ആതിരയുടെ ബ്രദർ ആണ് അരുൺകുമാർ. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് അരുൺകുമാർ എന്നാണ്. ആതിരയുടെ ബ്രദറാണ് സംസാരിക്കുന്നത്. ആതിര സർ. ഒരു പ്ലാറ്റ്ഫോം ഇതുപോലെ കണ്ടിട്ട് വീട്ടിലൊന്ന് സംസാരിക്കേണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് തുടർന്ന് പഠിക്കണം. ഇപ്പൊ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ തുടർന്ന് പഠിക്കുന്നത് നല്ലതാണ്, എപ്പോഴും വീട്ടിൽ നിന്ന് പറയാറുണ്ട്. നീ ഇപ്പൊ നിൽക്കുന്നതിനും കൂടെ ഒന്നും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് പഠിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞങ്ങളും ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, അങ്ങനെ പഠിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ അവള് നിന്നിട്ടാണ് പഠിക്കുന്നത്. ഗായത്രി മാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവളെ. വീട്ടുകാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ലീവിന് വരുന്ന സമയത്ത് നമ്മളാണ് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് അവളെ ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കുന്ന കാര്യത്തിൽ, എല്ലാത്തിലെല്ലാം കോൺസെൻട്രേഷൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പോൾ അവര്. ഓക്കെ, താങ്ക് യു സർ. അപ്പം കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിച്ചു പോവാണ്? അതിനിടയിൽ എന്തെങ്കിലും രീതിയിൽ പഠിക്കുന്നതിനായിട്ട് ഒരു സമയമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, അവർക്ക് ഡേ നൈറ്റ് ഡ്യൂട്ടി വരാറുണ്ട്. അവർക്ക് ഒഴിവ് കിട്ടുന്നതിനനുസരിച്ചിട്ട് അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ പലവട്ടം വീട്ടിൽ വിളിച്ച് ഡൗട്ട്സ് ചോദിക്കും. ഞാൻ ഡിഗ്രി BBA കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ പലവട്ടം ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ വിളിച്ചിട്ട് അവളെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഗായത്രി മാമിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാറുണ്ട്. ഇങ്ങനെ എപ്പോഴും വിളിക്കും, ഡൗട്ട്സ് കാര്യങ്ങൾ ഒരുപാട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നോട് പറയാറുണ്ട് അവര്. പിന്നെ മാക്സിമം ഓക്കെ, താങ്ക് യു സർ. കവർ ചെയ്ത് പോകുന്നുണ്ട് അവള്. ചാപ്റ്റർ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ സർ. സോ എക്സ്പീരിയൻസ് പറഞ്ഞതിനും ഒരുപാട് നന്ദി. സെഷനിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് വിളിക്കുന്നത് നമ്മുടെ ഒരു MBA ലേണർ ആണ് ആദിത്യ. ആൻഡ് ആദിത്യയുടെ കൂടെ ഉള്ളത് ആദിത്യയുടെ മദർ ആണ് ഷൈനി. സോ ആദിത്യ ആൻഡ് ഷൈനി മാം. ആദിത്യയുടെ മമ്മിയാണ്. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു മോനെ MBA ചെയ്യണമെന്നുള്ളത്. അവൻ പഠിച്ചത് ബിവോക്ക് ഏവിയേഷൻ ആണ് ഡിഗ്രിക്ക് ചെയ്തത്. അപ്പൊ അതിനുശേഷം അവന്റെ ടീച്ചേഴ്സിനും ഭയങ്കര അപ്പോഴത്തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിത്യയെ കൊണ്ട് MBA തന്നെ ചെയ്യിക്കണം എന്നുള്ളത്. ഞങ്ങൾക്കും വലിയ താല്പര്യമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ എൻ്റെ ഇഷ്ടമായിരുന്നു, എൻ്റെ താല്പര്യമായിരുന്നു അവന് ലേൺ വൈസില് അത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഞാന് ഒരു 2 വർഷം മുന്നേ തന്നെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് മോന് അത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അതിന്റെ പിന്നിൽ തന്നെയായിരുന്നു. അപ്പോ ഇപ്പൊ മോന് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അവന് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കണമെന്നുള്ളതായിരുന്നു അവന്റെ ഒരു തീരുമാനം. അപ്പൊ അതിന് പറ്റിയ സമയങ്ങളും എല്ലാം കണ്ടെത്തിക്കൊണ്ട്, അപ്പോ മെന്ററെ വെച്ചുകൊണ്ട് മെന്റർഷിപ്പ് പാക്കേജ് എടുക്കാം. അത് ആവുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും അത് ഉപയോഗപ്രദമാണെന്ന് കണ്ടിട്ട് അത് തന്നെ എടുത്തു. പക്ഷെ ഇപ്പൊ മോൻ എറണാകുളത്താണ്, ഞാന് വീട്ടിലാണ് ഇവിടെ പത്തനംതിട്ടയില്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എപ്പോഴും അന്വേഷിക്കാറുണ്ട് എങ്ങനെ പോകുന്നുണ്ട്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ സമയം ഏതെങ്കിലും കാരണത്താല് പഠനത്തെ അവന്റെ ജോബ് ബാധിക്കുന്നുണ്ട് എങ്കില് ഇപ്പോ തൽക്കാലം അത് റിസൈൻ ചെയ്തിട്ടാണെങ്കിലും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മോന്റെയും ഞങ്ങളുടെയും തീരുമാനം. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മോനെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എപ്പോഴും മക്കളുടെ ഉയർച്ചയാണല്ലോ പേരൻസിന്റെ ഏറ്റവും വലിയ അംബിഷൻ എന്ന് പറയുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിനും ഉണ്ട്. പിന്നെ ലേൺ വൈസിനോട് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ MA സൈക്കോളജി ലേൺ വൈസിൽ നിന്നാണ് അവള് പഠിച്ചത്. അപ്പൊ അവളുടെയും ഒരു നല്ല അഭിപ്രായം തന്നെയാണ് അതിനെക്കുറിച്ച്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ളത്. അപ്പോ എല്ലാവിധ ആശംസകളും പിന്നെ ലേൺ വൈസിന് നേരുകയാണ്. നന്നായി വരട്ടെ. എല്ലാവരും തന്നെ ലേൺ വൈസിലൂടെ നല്ല വിജയം വരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഞാൻ രഹനാസിന്റെ സിസ്റ്റർ ആണ്. ആക്ച്വലി ഞാൻ ഇതിനെ പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ സിസ്റ്ററിന് ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നല്ല പോലെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് ആൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവർക്ക്. കാരണം ഞാൻ ബികോം എനിക്ക് ഫൈനൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് എൻ്റെ ജോബിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആള് നല്ല രീതിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മെന്റേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നാ പറയുന്നത്. അവള് വീട്ടിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഡെയിലി അപ്ഡേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പഠിക്കാനുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആള് ഓക്കെയാണ് ഈ ഒരു കോഴ്സിൽ. Okay, okay. Thank you for letting us know. Thank you so much, Ramesha ma'am. സോ തുടർന്നും റനാസ് എന്തായാലും ആൻഡ് ഹോപ്പ്ഫുള്ളി റമീഷ മാമിന് വൈകാതെ തന്നെ ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ, അതുപോലെ കോഴ്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് വൺസ് അഗെയിൻ. സോ അംന ബികോമിലെ ലേണർ ആണ്. ആൻഡ് അംനയോടൊപ്പം വന്നിരിക്കുന്നത് മിനി ഷാനവാസ്, അംനയുടെ ആന്റി ആണ്. സോ അംന ആൻഡ് മിനി മാം ഓഡിബിൾ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. മാം കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ അമ്നയുടെ ആന്റിയാണ്. എൻ്റെ പേര് മിനി എന്നാണ്. ആക്ച്വലി അമ്നെ ഈ കോഴ്സിലേക്ക് ബികോം ഇഗ്നോയിൽ ചേർത്തപ്പം നമുക്ക് ഒരു ഇത് കുറച്ച് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന്, സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇഗ്നോവിന്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാരും പറയുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മോളിനി അതുകൊണ്ട് ബുദ്ധിമുട്ടുമോ ഇത് തന്നെ ഓപ്റ്റ് ചെയ്യുന്നതിൽ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനാണ് ഇത് ഈ ലേൺ വൈസ് എന്നുള്ള ഇത് ഞാൻ കുറെ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് വഴി കുറെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും അതിൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ലേൺ വൈസ് തന്നെയാണ്. ഞാൻ അതിന്റെ കുറെ വീഡിയോസും ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഞാൻ ലേൺ വൈസിൽ ഹസീന എന്ന് പറയുന്ന മാമിനെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് മോളെ അഡ്മിറ്റ് ചെയ്തത്. പിന്നെ ഇപ്പം അവള് ഹാപ്പിയാണ്. ഇപ്പൊ ഓറിയന്റേഷൻ പ്രോഗ്രാംസും അങ്ങനെ കുറെ പ്രോഗ്രാംസും ഗെയിംസും അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും മോളും രണ്ടിടത്താണ്. അവളെ അന്വേഷിക്കാറുണ്ട്, ക്ലാസ്സിനെ കുറിച്ചൊക്കെ അവരുടെ വോയിസ് മെസ്സേജുകളൊക്കെ എനിക്ക് വിടാറുണ്ട്. അപ്പൊ എന്തായാലും ആള് ഹാപ്പിയാണ്, നന്നായിട്ട് പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ നന്നായിട്ട് തന്നെ അത് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പം ഞാനും എന്താണ് ഇനി ഇപ്പൊ ഇതിനകത്ത് നേരത്തെ ഉമാദേവി മാം ഒക്കെ പറഞ്ഞത് കേട്ടപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ കോഴ്സ് ഇനിയും ചെയ്താലോ. ഞാൻ ആക്ച്വലി MSc കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പം എന്തെങ്കിലും കോഴ്സ് ഇനിയും ചെയ്താലോ എന്നൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ക്ലാസ് ഒക്കെ ഇതൊക്കെ കണ്ടപ്പം. അപ്പം എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എന്തായാലും മാമിനും പറഞ്ഞ പോലെ മാമിന്റെ ഇഷ്ടത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അമ്ന. ആൻഡ് അമ്നയ്ക്ക് എല്ലാവിധ സപ്പോർട്ട് ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എൻഷുർ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ജോയിനിങ് മിനി മാം ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് അമ്ന. സോ നൗ നമുക്കൊരു പാട്ടിലേക്ക് പോവാം. നമ്മുടെ മെന്റർ ആയിട്ടുള്ള മാധവി ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ആൻഡ് മാധവി പെർഫോം ചെയ്യാൻ പോകുന്ന സോങ് പാട്ടിൽ എന്നുള്ള സോങ് ആണ്. സോ ഓവർ ടു യു മാധവി. സാഗരം മാറിലേറ്റം കതിരോൻ വീണരിൻ കാതരെ നിന്റെ നെഞ്ചിൽ ഇനിയും സൂര്യനാരോ കടലല തൊടു നിറം കവിളിലോ മരുണി പൂത്തുമോ പ്രണയമൊരു സുലഭ മധുരമാ നൽകൃതി ഉണരും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും ഉണരില്ലേ ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങി ും ഈ പാട്ടിൽ ഇനിയും ഉണരില്ലേ. താങ്ക് യു. താങ്ക് യു മാധവി ഫോർ ദാറ്റ് വണ്ടർഫുൾ സോങ്. ഇനി നമ്മുടെ MA ഇംഗ്ലീഷിലെ ലേണർ ആയിട്ടുള്ള അഞ്ജലി ആൻഡ് അഞ്ജലിയുടെ കൂടെ വന്നിരിക്കുന്നത് അഞ്ജലിയുടെ മദർ ബേബി ആണ്, ബേബി NK. സോ അഞ്ജലി ആൻഡ് ബേബി മാം ഓവർ ടു യു. ഞാൻ അഞ്ജലി കൃഷ്ണയുടെ അമ്മയാണ്. ഞങ്ങള് ഇൻസ്റ്റാഗ്രാം ആഡ് വഴിയാണ്
ലേൺവേഴ്സിലെ ജോയിൻ ആയത്. അഞ്ജലി കൃഷ്ണ MA ഇംഗ്ലീഷിന് സെന്റ് തോമസ് കോളേജിൽ, തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പോയിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഡിസ്കണ്ടിന്യൂ ആയി. പിന്നെ ആള് B.Ed കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ലേൺവേഴ്സില് B.Ed കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ലേൺവേഴ്സില് MAക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ ക്ലാസ് ഒക്കെ നമുക്ക് നല്ല ഇഫക്റ്റീവായി തോന്നുന്നുണ്ട്. ക്ലാസ് നല്ലതാണ്. ഇപ്പൊ മെന്ററും എപ്പോഴും നല്ല സപ്പോർട്ടീവായി പോകുന്നുണ്ട്. ക്ലാസ് നല്ല ഇതായി പോകുന്നു. വളരെ അപ്പം അഞ്ജലി happy ആയി എന്തെങ്കിലും പോകുന്നു. അസിസ്റ്റൻസ് ഒക്കെ തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക അഞ്ജലി സമയത്ത് ക്ലാസ് പഠിക്കാൻ? ഇതാക്കിയിട്ട് ഞാനും നല്ല സപ്പോർട്ടീവാണ്. ആളെ ക്ലാസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കുഴപ്പമില്ലാതെ പോണു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്തതിനും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും ഒരുപാട് നന്ദി. ആൻഡ് ജിഷ്ണു BBA അല്ലേ? ജിഷ്ണു ജോയിൻ ചെയ്തിട്ടുണ്ടോ? ജിഷ്ണുവിനോടൊപ്പം വന്നിരിക്കുന്ന ജിഷ്ണുവിന്റെ ഫാദർ ആണ് മിസ്റ്റർ ജയൻ. സോ ജയൻ സർ ആൻഡ് ജിഷ്ണു. ഞാൻ ജിഷ്ണുവിന്റെ അച്ഛൻ. ഞാൻ തെറാപ്പിസ്റ്റ് ആണ്. പിന്നെ ജിഷ്ണു ഒരു DRT കോഴ്സ് എടുത്തിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 4-5 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് അവനൊരു ഡിഗ്രി എടുക്കണം. ഡിപ്ലോമ കോഴ്സാണ്. പരസ്യം കണ്ടു ഇങ്ങനെ BBA ഡിഗ്രി കോഴ്സ് ഉണ്ടെന്ന്. അതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ നല്ല സപ്പോർട്ട് ചെയ്തു. അവന് ഒരുപാട് നാളത്തെ ഡിഗ്രി ഇല്ല ഞാൻ ഡിപ്ലോമ കോഴ്സാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ചേരാനുണ്ടായ കാരണം. പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, അച്ഛനും അമ്മയുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും വന്ന് അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്തൊന്നും ചെയ്യുന്നുണ്ട്. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് അത്ര അറിവൊന്നുമില്ല. എന്നിരുന്നാലും ഞങ്ങൾ പഠിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഉണ്ടാവും സാർ. 100%. എന്തായാലും ഉണ്ടാവും സാർ. എന്തായാലും ഉണ്ടാവും. അത് ഉണ്ടാവണമെന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. ആൻഡ് താങ്ക് യു ഫോർ ബീങ് സോ സപ്പോർട്ടീവ് ആകുന്നതിന് എല്ലാവിധ നന്ദി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറിയുകയാണ്. നമ്മുടെ ലേൺവേഴ്സിലെ അക്കാഡമിക് കൗൺസിലർ ഹിമ അകലെ അകലെ എന്നുള്ള സോങ് ആണ് ആലപിക്കാൻ പോകുന്നത്. സോ ഓവർ ടു യു ഹിമ. അകലെ അകലെ ആരോ പാടും ഒരു പാട്ടിൻ്റെ നേത്തരാഗങ്ങൾ ഓർത്തു പോകുന്നു ഞാൻ. അകലെ അകലെ ഏതോ കാറ്റിൽ ഒരു കുഞ്ഞു പ്രാവിൻ്റെ തൂവലാൽ തീർത്ത കൂട് തീരുന്നു ഞാൻ. അകലെ അകലെ മറയുമോരും പകലിലും കാത്തു നിൽക്കുന്നു മഴനിലാവിൻ മനസ്സ് പോലെ പൂത്തു നിൽക്കുന്നു ഇതളായി ഒഴിഞ്ഞു മനസ്സിൽ വിരിഞ്ഞൊരു അകലെ അകലെ ആരോ പാടും യാത്രയാകും ജ്ഞാനപാത്രം ദൂരെയാകവേ മഞ്ഞു കാറ്റി മറയിലോ നീ മാത്രമാകവേ സമയം മറന്ന മാത്രകൾ പിരിയാൻ വിടാത്തൊരോർമ്മകൾ അകലെ അകലെ ആരോ പാടും. താങ്ക് യു. താങ്ക് യു ഹിമ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് സോങ്. നെക്സ്റ്റ് നമ്മളുടെ അക്കാഡമിക് കൗൺസിലർ ആയിട്ടുള്ള ഐശ്വര്യയുടെ യമുനയാത്രിലെ എന്നുള്ള ദളപതി സിനിമയിലെ ഒരു സോങ് ആണ്. സോ ഓവർ ടു ഐശ്വര്യ. യമുനയാற்றிலே ഈരക്കാற்றிலே കണ്ണനോട് താനാട്
பார்வை பூத்திட பாதை காத்திட பாவை ராதையோ வாடு. இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட. இளைய கண்ணியின் இமைத்திடாத கண் இங்கும் அங்குமே தேட. ஆயர் பாடியில் கண்ணன் இல்லையோ, ஆசை வைப்பதே அன்பு தொல்லையோ. ஆயர் பாடியில் கண்ணன் இல்லையோ, ஆசை வைப்பதே அன்பு தொல்லையோ. பாவம் ராதா யமுனையாற்றிலே ஈர காற்றிலே கண்ணனோடு தானாட. Thank you, Aishwarya. Thank you for that wonderful song. സോ എനിക്ക് തോന്നുന്നു സംസാരിക്കാനുള്ള എല്ലാവരും തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ റിലേറ്റീവ്സിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ തിരിച്ചു പോകേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ ഫോം ആണ്. സോ അതെല്ലാവരും ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അതെല്ലാവരിലേക്കും കൃത്യമായിട്ട് അതിന്റെ ലിങ്ക് എത്തിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും രീതിയിൽ അതിന്റെ ലിങ്ക് മിസ്സായിട്ടൊക്കെ ഉണ്ടെങ്കിൽ മെന്റേഴ്സ് അല്ലെങ്കിൽ LSCസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതെല്ലാവരും ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്ത നമ്മുടെ എല്ലാ ലേണേഴ്സിനും അവരുടെ എല്ലാ റിലേറ്റീവ്സിനും എന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദിയും ലേണേഴ്സിന്റെ ഭാഗത്തുനിന്നും ഞാൻ അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾക്ക് ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്സ് ഒക്കെ ഒരുപാട് കിട്ടാറുണ്ട്. അതുപോലെ ലേണേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ അടുത്തറിയാൻ സാധിക്കും. പക്ഷെ റിലേറ്റീവ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇത് കാണുമ്പോൾ, നിങ്ങൾ ഈ ഒരു ജേർണി എടുക്കുമ്പോൾ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം, അവർക്കുണ്ടാവുന്ന ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സെഷനിലൂടെ അറിയാൻ സാധിച്ചില്ല. അതിൽ ജോയിൻ ചെയ്ത് ആ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ അവർ കാണിച്ച ആ ഒരു മനസ്സിനും വീണ്ടും എന്റെ ഭാഗത്തുനിന്നും ടീം ലേണേഴ്സിന്റെ ഭാഗത്തുനിന്നും വെരി ബിഗ് താങ്ക് യു. ആൻഡ് ഇന്നത്തെ സെഷൻ ഇരിക്കുന്ന എല്ലാവർക്കും പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാം തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. കേട്ടത് നിങ്ങളെ കുറച്ചുകൂടെ ഈ ഒരു ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തരും ഈ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ തന്നെ അറിയാൻ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. So once again, thanks for joining relatives and learners and our guest Ranjan sir and all the other team members. Once again, thanks for joining and thanks for making this event a huge success. എല്ലാവരിലും ഈ പറഞ്ഞ പോലെ ഒരു ഫയർ ബ്രിങ് ചെയ്യാൻ ഇന്നത്തെ ഒരു സെഷനിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സോ അതിന് വർക്ക് ചെയ്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാ ലേണേഴ്സ്, റിലേറ്റീവ്സ്, ടീം മെമ്പേഴ്സ്, ഗസ്റ്റ്, രഞ്ജൻ സാർ ആൻഡ് ഓൾ, താങ്ക് യു സോ മച്ച്. ആൻഡ് അതോടുകൂടി പറഞ്ഞ് ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. Once again, thanks for joining and keep joining all the sessions so that you can have these experiences. Thank you.